السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ തൗഫീഖിനാൽ പരിശുദ്ധ റമളാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമളാൻ എന്നത് അവൻ്റെ മനസ്സിൽ വലിയ സ്ഥാനമുള്ള ഒരു മാസമാണ്. ആ പരിശുദ്ധ റമളാനിൻ്റെ ആഗമനമെന്നത് ഒരു മുസ്ലിമിന് അതിയായ സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ സഹോദരങ്ങളെ, നമുക്കറിയാം, പരിശുദ്ധ റമളാൻ എന്നത് എല്ലാ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും മാസമാണ്. അതുകൊണ്ടാണ് സാധാരണ നമ്മൾ പറയാറുണ്ട്, പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ. എന്തുകൊണ്ടാണത്? റമളാൻ എന്നത് ഷഹ്റു സൗം, നോമ്പിൻ്റെ മാസമാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാസക്കാലം നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയ മാസമാണത്. അതാവട്ടെ നമ്മുടെ ദീനിൻ്റെ 5 സ്തംഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നായി എണ്ണി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ മാസം എന്നത് ഷഹ്റുൽ ഖിയാം, മറ്റൊരു മാസത്തിലും ഇല്ലാത്ത രൂപത്തിൽ പരിശുദ്ധ റമളാനിൻ്റെ രാത്രികൾ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് ജമാഅത്തായി തറാവിഹ് രാത്രി നിസ്കാരം നിർവഹിക്കും. അങ്ങനെ ഖിയാമിൻ്റെ മാസമാണിത്. അതുപോലെ തന്നെ ഷഹ്റു സ്വദഖത്തി വൽ ജൂദ്, സ്വദഖയുടെ, ദാനധർമ്മങ്ങളുടെ, ഉദാരതയുടെ മാസമാണിത്. അതുപോലെ തന്നെ ഷഹ്റു ദുആ, പ്രാർത്ഥനയുടെ മാസമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പറയുന്നതിനിടയിലാണ് ദുആഇൻ്റെ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഷഹ്റുൽ മഗ്ഫിറ, ഈ മാസം എന്നത് മഗ്ഫിറത്തിൻ്റെ മാസമാണ്, പാപമോചനങ്ങളുടെ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പാപമോചനം, നരകമോചനം നിശ്ചയിക്കുന്ന, നൽകുന്ന മാസമാണിത്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സഹോദരങ്ങളെ, നന്മകൾ, അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പുണ്യങ്ങളുടെ ഒരു പൂക്കാലമാണ് പരിശുദ്ധ റമളാൻ. അതാണ് നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ആ മാസത്തിൽ എത്തിച്ചേരാനുള്ള സൗഭാഗ്യം നൽകുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നൽകുന്ന വലിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് റമളാനിൽ എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ളത്. കാരണം സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ച ഈ നന്മകളെല്ലാം മുതലെടുക്കാൻ സാധിക്കുന്ന ഒരു മാസമാണിത്. ഒരൊറ്റ മാസം, ഏതാനും ചില ദിവസങ്ങൾ
പക്ഷെ ആ ദിവസങ്ങൾ കൊണ്ട് ഒരു മുസ്ലിമിന്, ഒരു സത്യവിശ്വാസിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ എന്തുമാത്രമാണ്. അതുകൊണ്ട് തന്നെ നോക്കൂ നിങ്ങൾ, ഈ മാസത്തിൻ്റെ ആഗമനം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ അറിയിച്ചിരുന്ന രൂപങ്ങൾ ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് റമളാനിൻ്റെ വരവ് സന്തോഷ വാർത്തയായി കൊണ്ടാണ് അറിയിച്ചിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞതായി നമുക്ക് കാണാം, ഖദ് ജാഅകും റമളാൻ, ഇതാ നിങ്ങളിലേക്ക് റമളാൻ കടന്നു വന്നിരിക്കുന്നു, നിങ്ങളിലേക്ക് പരിശുദ്ധ റമളാൻ സമാഗതമായിരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഷഹ്റുൻ മുബാറക്കുൻ. എന്താണ് ഈ മാസത്തിൻ്റെ പ്രത്യേകത? ഇത് ഷഹ്റുൻ മുബാറക്കുൻ, അനുഗ്രഹീതമായ മാസമാണിത്. സഹോദരങ്ങളെ നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ജാഅകും റമളാൻ എന്ന് പറഞ്ഞ ആ വാക്കിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് നൽകുന്ന സന്തോഷ വാർത്തയാണ്, ബിശാറത്താണിത്. എന്തുകൊണ്ടാണിത് സന്തോഷ വാർത്തയായി തീർന്നത്? ഈ അറിയിപ്പിലൂടെ നമുക്ക് മുന്നൊരുക്കം നടത്താനുണ്ട്. ആ റമളാൻ വരുന്നു എന്ന് വെറുതെ അറിയിച്ചതല്ല, മറിച്ച് ആ റമളാനിന് വേണ്ടി നാം ഒരുങ്ങേണ്ടതുണ്ട്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഈ മാസം എന്നത് ഷഹ്റുൻ മുബാറക്കാണ്, അനുഗ്രഹീതമായ മാസമാണ്. സഹോദരങ്ങളെ നോക്കൂ, പരിശുദ്ധ റമളാൻ എന്നത് അള്ളാഹുവിലേക്ക് ഒരടിമ മുന്നിട്ട് ചെല്ലേണ്ട മാസമാണ്. അങ്ങനെ അള്ളാഹുവിലേക്ക് മുന്നിട്ട് ചെന്ന് സ്വന്തം നഫ്സിനെ ആത്മപരിശോധന നടത്തേണ്ട മാസമാണ്. അള്ളാഹുവിനുള്ള അനുസരണങ്ങൾ, ഇബാദത്തുകൾ അതിൽ മുഴുകേണ്ട മാസമാണ്. അള്ളാഹു വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കേണ്ട മാസമാണ്. ഈ മാസത്തിൽ ഇതാ ഇതുപോലെയുള്ള ഒരു സന്തോഷവാർത്ത അറിയിക്കൽ കേട്ടിട്ട് സഹോദരങ്ങളെ നമ്മുടെ ഹൃദയങ്ങൾക്ക് ചലനമുണ്ടാവണം. കാരണം 11 മാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു ലക്ഷ്യമില്ലാതെ എല്ലാ ദിവസവും നേരം പുലരുന്നു, രാത്രിയാകുന്നു, കാര്യങ്ങൾ നടന്നു പോകുന്നു. പക്ഷെ ഈ ഒരു മാസം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദീകരിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു ബിശാറത്തായി റമളാനിൻ്റെ വരവ് അറിയിച്ചത് സഹാബത്തെ, അതല്ലെങ്കിൽ ഈ ഉമ്മത്തിനോട് അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ ഇതിനു വേണ്ടി ഒരുങ്ങണം, നിങ്ങൾ തയ്യാറാവണം ഏറ്റവും നല്ല രൂപത്തിൽ. കാരണം പരിശുദ്ധ റമളാൻ എന്നത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരു അതിഥിയെ പോലെയാണ്. റമളാൻ എന്നത് നമ്മിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥിയെ പോലെയാണ്. എന്താണ് സഹോദരങ്ങളെ ഒരു അതിഥിയുടെ പ്രത്യേകത? അതിഥികൾ കുറേ നേരം നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല, അവർ വരും തിരിച്ചു പോകും. കുറേ നാളുകൾ നമ്മോടൊപ്പം അല്ലെങ്കിൽ കുറേ സമയം ചിലവഴിക്കുകയില്ല, അവർ വരും, കുറച്ചു നേരം കഴിച്ചുകൂട്ടും, തിരിച്ചു പോകും. അതാണ് അതിഥിയുടെ പ്രത്യേകത. റമളാൻ എന്നത് അതിഥിയാണ്. നമ്മൾ നോക്കൂ, കഴിഞ്ഞ ഒരു വർഷം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു വർഷം എത്ര വേഗത്തിലാണ് പോയത്. ഇതുപോലെയാണ്, ഇത് വരും തിരിച്ചു പോകും, വേഗത്തിൽ അത് കടന്നു പോകും. നിങ്ങൾ നോക്കൂ, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ഒരുപാട് പ്രതീക്ഷയിൽ ആയിരിക്കുന്ന ഒരു അതിഥി നമ്മിലേക്ക് വരാനിരിക്കുന്നു എന്ന വാർത്ത കിട്ടിയാൽ നമ്മൾ എന്താണ് ചെയ്യുക? വന്നിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിക്കോ? ഇല്ല. നമ്മൾ ആ അതിഥിയെ എങ്ങനെയൊക്കെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും, അങ്ങനെ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കും. പോയിട്ട് കൂട്ടണോ? നമ്മൾ കൂട്ടാൻ തയ്യാറാണ്. എവിടെയാണോ ഒന്ന് ഇറങ്ങുന്നത് അവിടെ പോയി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകും. വീട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം നമ്മൾ അതിന് തയ്യാറാവും. എന്താണ് ആ അതിഥിക്ക് ഭക്ഷണമായി കൊടുക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കും. നമ്മൾ ചോദിക്കും, എന്താണ് വേണ്ടത്?
അതല്ല, നമ്മൾ മുൻകൂട്ടി ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി വെക്കും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ച് പറഞ്ഞേക്കാൻ എല്ലാവരും പരിശ്രമിക്കും. ഒരു ആതിഥേയന്റെ മര്യാദയാണത്. എന്നിരിക്കെ സഹോദരങ്ങളെ, റമളാനാകുന്ന ഈ ലൈഫ്, ഈ അതിഥി അതങ്ങനെ വന്നു പോയാൽ മതി നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. മറിച്ച് നമ്മൾ അതിനെ സ്വീകരിക്കണം, വരവേൽക്കണം. എങ്ങനെയാണ് നമ്മൾ വരവേൽക്കേണ്ടത്? ആ അതിഥി കടന്നു വരുമ്പോൾ ആ അതിഥി എന്താണോ ആ അതിഥിയുടെ വരവിന്റെ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാസക്കാലം കൊണ്ട്, ഈ റമളാൻ കൊണ്ട് നമ്മിൽ നിന്നും ഉദ്ദേശിച്ചത്? അത് പൂർത്തീകരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് സഹോദരങ്ങളെ, നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ അർത്ഥം, ഖദ് ജാഅകും ശഹ്റു റമളാൻ, ഖദ് ജാഅകും റമളാൻ, ഇതാ നിങ്ങളിലേക്ക് റമളാൻ വന്നിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങണം. റമളാൻ ആഗതമാകുമ്പോൾ, അത് സമാഗതമാകുമ്പോൾ നിങ്ങൾ ഒരുങ്ങണം. കാരണം അത് വേഗത്തിൽ തിരിച്ചു പോകും. അത് കുറേ നാളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. അള്ളാഹു പറഞ്ഞില്ലേ, അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളാണ്. നമുക്ക് എണ്ണുമ്പോൾ ചിലപ്പോൾ ഒരു മാസം എന്ന് തോന്നും. ഒരു മാസം എന്നത് ഒന്നുമല്ല എന്ന് സഹോദരങ്ങളെ, കഴിഞ്ഞ റമളാൻ പൂർത്തീകരിച്ച് ഇതാ ഈ റമളാനിന്റെ പടിവാതിൽക്കലാണ് നമ്മളുള്ളത്. അപ്പോഴും ചിന്തിച്ചു നോക്കൂ, ഒരു വയസ്സാണ് നമ്മുടേത് പോയത്. ഒരു വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ആയുസ്സിലെ ഒരു വയസ്സാണ് ഈ കഴിഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് വേഗത്തിൽ അത് തിരിച്ചു പോകും. വേഗത്തിൽ തിരിച്ചു പോകുന്ന ഒരു അതിഥിയാണ് നമ്മൾ ഈ കാത്തിരിക്കുന്ന റമളാൻ എന്ന ഒരു മാസം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും നല്ല രൂപത്തിൽ ആ റമളാനിനെ വരവേൽക്കാനും ആ റമളാനിലെ എല്ലാ ഖൈറും ബറക്കത്തും മുതലെടുക്കാനും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അഹോരാത്രം പരിശ്രമിക്കേണ്ടതുണ്ട് എന്നതാണ് ഒന്നാമതായി, ആദ്യമായി എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ സമാഗതമാകുമ്പോൾ ആ റമളാനിനെ വരവേൽക്കുന്ന അവസ്ഥകൾ ജനങ്ങളിൽ പല രൂപത്തിലാണ്. വ്യത്യസ്ത രൂപത്തിലാണ് റമളാനിനെ ആളുകൾ വരവേൽക്കുക. അതിൽ ഒന്നാമത്തെ വിഭാഗത്തെ നമുക്ക് കാണാം, പരിശുദ്ധ റമളാനിന്റെ വരവ് അടുക്കുമ്പോഴേക്കും അവർ ഭക്ഷണപാനീയങ്ങളുടെ, ഭക്ഷണ വിഭവങ്ങളുടെ, അതുപോലെയുള്ള കാര്യങ്ങളുടെ പിന്നാലെ ആയിരിക്കും. ഭക്ഷണം, റമളാനിലെ കടികളും അങ്ങനെയുള്ള ഭക്ഷണ വിഭവങ്ങൾ എന്തൊക്കെയാണ് എന്നത് ഒരുക്കി കൂട്ടുന്ന, സ്വരുക്കൂട്ടുന്ന തിരക്കിലായിരിക്കും. പ്രത്യേകിച്ച് അത് നമ്മുടെ ഈ പരിസരത്ത് അതിന് എമ്പാടും ഉദാഹരണമുണ്ട്. റമളാൻ ആയാൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ തോന്നല് റമളാൻ എന്നത് ഫുഡ് കോർട്ടിന്റെ മാസമാണ് എന്നാണ്. എല്ലാ സ്ഥലത്തും ഭക്ഷണ വിഭവങ്ങൾ, നല്ല കടികൾ, നല്ല പലഹാരങ്ങൾ. പണ്ഡിതന്മാർ പറഞ്ഞു, ഇത്തരം ആളുകളുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ തോന്നുക റമളാൻ എന്നാൽ ശഹ്റു ത്വആമായി പോകും, ഭക്ഷണത്തിന്റെ മാസമാണ് വരാനിരിക്കുന്നത് എന്നാണ് തോന്നിപ്പോവുക. ഇതിന്റെ അർത്ഥം റമളാനിൽ ഭക്ഷണം കഴിക്കേണ്ട എന്നതല്ല. എല്ലാവരും നല്ല ഭക്ഷണവും വിഭവങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷെ അതല്ല നമ്മുടെ ലക്ഷ്യം. റമളാൻ ആകുമ്പോഴേക്കും നമ്മൾ ഓടേണ്ടത് ഇത് സ്വരുക്കൂട്ടുന്ന തിരക്കിന് വേണ്ടിയിട്ടല്ല. ഇതല്ല നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാണ് അധികം ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കുക. ഭക്ഷണപാനീയങ്ങളുടെ, പുതിയ പുതിയ വിഭവങ്ങളുടെ പിന്നാലെ ആയിരിക്കും. ഇപ്പോഴേ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടാവും, എന്താണ് ഇപ്പോൾ ഈ വർഷം പുതിയതായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് പറ്റുക, അതിൻ്റെ പിന്നാലെ ആയിരിക്കും. രണ്ടാമത്തൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, പരിശുദ്ധ റമളാനിലെ അമൂല്യമായ സമയം അതെങ്ങനെ ചിലവഴിക്കും എന്നതാലോചിച്ച് നേരം കളയാനുള്ള വസ്തുക്കളും ഉപകരണങ്ങളും അങ്ങനെ വിനോദങ്ങൾ സ്വരുക്കൂട്ടുന്ന തിരക്കിലായിരിക്കും ചില ആളുകൾ. പഴയ കാലത്തൊക്കെ ചെറിയ കുട്ടികൾ കളിസാധനങ്ങൾ വാങ്ങി വെക്കും നോമ്പിന് നേരം പോവാൻ, അല്ലെങ്കിൽ എവിടെയും പോയിട്ട് നടന്ന് കളിച്ചിട്ട് വൈകുന്നേരം നമുക്ക് തിരിച്ചു വരും.
എന്നാൽ സഹോദരങ്ങളെ നോക്കൂ, പരിശുദ്ധ റമദാനിലെ അമൂല്യമായ സമയങ്ങൾ അങ്ങനെ പാഴാക്കി കളയേണ്ടതാണോ? നമ്മൾ ചിന്തിച്ചു നോക്കൂ. റമദാനിലെ ഓരോ ഇബാദത്തിനും ഇരട്ടി ഇരട്ടി പ്രതിഫലമാണ്. എന്നാൽ അത് പരിഗണിക്കാതെയാണ് പല ആളുകളും ഈ റമദാനിലെ സമയങ്ങൾ ചിലവഴിക്കാനുള്ള കളിയും വിനോദവും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ സ്വരുക്കൂട്ടുക. അവരും നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ റമദാനിനെ വരവേൽക്കുന്ന കാര്യത്തിൽ പരാജിതരായി പോയ ആളുകളാണ്. റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ എന്താണ് അവരുടെ കൈകളിൽ ഉണ്ടാവുക? ഈ കളിച്ചതും ചിരിച്ചതും രസിച്ചതും ഒക്കെയാണ് ഉണ്ടാവുക. മൂന്നാമത്തെ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയ ആളുകളാണവർ. അള്ളാഹു ആ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഥവാ റമദാൻ കടന്നു വരുന്നതിന് മുന്നേ പരിശുദ്ധ റമദാനിന് വേണ്ടി ഒരുങ്ങേണ്ട പോലെ ഒരുങ്ങും. അതിൽപ്പെട്ടതാണെന്ത്? റമദാനിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്, റമദാനിലെ വിധിവിലക്കുകളെ കുറിച്ച് അറിയുക എന്നുള്ളത്, റമദാനിലെ നിയമങ്ങളും റമദാനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ അറിയുക, പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് റമദാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ പരിശുദ്ധ റമദാനിന് വേണ്ടി സമയങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളത്, ഇപ്പോൾ ജോലിക്കാർ അതുപോലെയുള്ള തിരക്കുള്ളവർ റമദാൻ ആകുമ്പോഴേക്കും തങ്ങളുടെ ജോലിയും തങ്ങളുടെ മറ്റു കാര്യങ്ങളും ഇതൊക്കെ സമയം നിശ്ചയിച്ച് ക്രമീകരിച്ച് റമദാനിൽ ഇബാദത്തുകളിൽ എങ്ങനെ മുഴുകാൻ സാധിക്കും എന്നതാലോചിച്ച് അങ്ങനെ മുന്നൊരുക്കം നടത്തുന്നവരായിരിക്കും അവർ. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും റമദാനിന് വേണ്ടി യഥാരൂപത്തിൽ ഒരുങ്ങുന്നവരാണ് മൂന്നാമത്തെ ഒരു വിഭാഗം. സഹോദരങ്ങളെ, ആ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. റമദാനിന് ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങണം. അതായത് ഈ പറഞ്ഞ രൂപത്തിൽ റമദാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ശ്രദ്ധകൾ പ്രത്യേകതകളുള്ള ഒരു മാസമാണ്. അതെല്ലാം സ്വരുക്കൂട്ടുന്ന ആളുകളായി തീരണമെങ്കിൽ ഈ രൂപത്തിലാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. നാലാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, നാലാമത്തെ ഒരു വിഭാഗം, അവർക്ക് റമദാൻ ആകുമ്പോൾ മനസ്സിനാകെ ഒരു ഇടുക്കം വരും. റമദാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രയാസമായിരിക്കും. കാരണം റമദാൻ ആയിക്കഴിഞ്ഞാൽ പരസ്യമായി തിന്നാനോ കുടിക്കാനോ അതുപോലെയുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ റമദാൻ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു പോയാൽ മതി എന്ന ചിന്തയിലായിരിക്കും ചില ആളുകൾ. അഞ്ചാമത്തെ ഒരു വിഭാഗം, നസ്അലുല്ലാഹ സലാമത വൽ ആഫിയ, അള്ളാഹു നമുക്ക് കാത്തു രക്ഷിക്കുമാറാവട്ടെ. അഞ്ചാമത്തെ ഒരു വിഭാഗം എന്നത് സഹോദരങ്ങളെ, അവർക്ക് റമദാനോ റമദാനിലെ പുണ്യങ്ങളോ റമദാൻ എന്ന മാസത്തിൻ്റെ പ്രത്യേകതയോ ഒന്നും അറിയാത്ത, അതിനെക്കുറിച്ചൊന്നും ബോധ്യമില്ലാത്ത ആളുകളായിരിക്കും. മറ്റുള്ള എല്ലാ മാസങ്ങളും കഴിഞ്ഞു പോകുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഈ ഒരു മാസവും കഴിഞ്ഞു പോകും. എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 മാസങ്ങളെക്കാൾ പുണ്യം നൽകിയിട്ടുള്ള ലൈലത്തുൽ ഖദറിന്റെ രാത്രി വരെ ലഭിക്കാത്ത, അതിനെക്കുറിച്ച് പോലും ബോധ്യമില്ലാത്ത ആളുകളായിട്ടായിരിക്കും അവർ കഴിഞ്ഞു പോവുക. പണ്ഡിതന്മാർ പറഞ്ഞു, സഹോദരങ്ങളെ, ഇതാണ് ഏറ്റവും വലിയ നഷ്ടം. റമദാനിനെ കുറിച്ച്, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതെ, ഒരു ബോധവുമില്ലാതെ അങ്ങനെ കഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരം ഒരു നഷ്ടത്തിൽ പെട്ടുപോയാൽ സഹോദരങ്ങളെ, ഇത് വലിയ നഷ്ടമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ അത് ബാധിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും നല്ല റമദാനിനെ വരവേൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൻ്റെ ശ്രേഷ്ഠതയായി ധാരാളം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഹദീസ് നമുക്ക് ഇപ്രകാരം കാണാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു,
ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാന സുഫിദത്തി ശയാതീനു വമറദത്തുൽ ജിന്ന്. റമളാനിന്റെ ആദ്യത്തെ രാത്രി ആയിക്കഴിഞ്ഞാൽ പിശാചുക്കൾ, അതിലെ ഉപദ്രവകാരികളായ ആളുകളെ അള്ളാഹു ചങ്ങലയിൽ ബന്ധിക്കും. അവർ ചങ്ങലയിൽ ബന്ധിക്കപ്പെടും. വഗുല്ലിഖത് അബ്വാബുന്നാർ, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും. ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, പിന്നീട് റമളാൻ അവസാനിക്കുന്നത് വരെ നരകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല. വഫുത്തിഹത് അബ്വാബുൽ ജന്ന, അതേപോലെ തന്നെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, പിന്നീട് റമളാൻ അവസാനിക്കുന്നത് വരേക്കും സ്വർഗത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുകയില്ല. വയുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ എല്ലാ ദിവസവും വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്നവനെ നീ മുന്നേറുക. വയാ ബാഗിയ ശർ അഖ്സിർ, തിന്മ ഉദ്ദേശിക്കുന്നവനെ നീ ചുരുക്കുക. വലില്ലാഹി ഉതഖാഉ മിനന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നരകമോചനം നൽകുന്ന ചില ആളുകളുണ്ട്. വദാലിക കുല്ലു ലൈല, എല്ലാ രാത്രിയിലും എന്ന് പറഞ്ഞാൽ എല്ലാ രാത്രിയിലും അള്ളാഹു ചില ആളുകൾക്ക് നരകമോചനം നൽകും. സഹോദരങ്ങളെ, ഇത് പരിശുദ്ധ റമളാനിന്റെ വലിയ ഒരു ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ്. റമളാനിന്റെ മാസപ്പിറവി കണ്ടത് മുതൽ ഈ ശ്രേഷ്ഠതകളെല്ലാം ആ മാസത്തിൽ വന്നിറങ്ങുകയാണ്. മനുഷ്യനെ പിഴപ്പിക്കാൻ, മനുഷ്യന്റെ മുഖ്യ ശത്രുവായി മുന്നിലും പിന്നിലും വലതുഭാഗത്തും ഇടതുഭാഗത്തും എല്ലാ നിലക്കും ഉപദ്രവകാരിയായിട്ടുള്ള പിശാചുക്കളെ, അതിലുള്ള ഉപദ്രവകാരികളായ ആളുകളെ അള്ളാഹു ബന്ധിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വലിയൊരു ഉപദ്രവം നമ്മിൽ നിന്നും തടയപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ നോക്കൂ, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു, പിന്നീട് അത് തുറക്കപ്പെടുന്നില്ല ഈ മാസം അവസാനിക്കുന്നത് വരെ. അതോടൊപ്പം സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു വെക്കപ്പെടുന്നു, പിന്നീട് അത് അടക്കുകയില്ല ഈ മാസം അവസാനിക്കുന്നത് വരെ. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകാനും നരകമോചനം നൽകാനും തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും വിളിക്കപ്പെടുന്നത്, നന്മ ഉദ്ദേശിക്കുന്നവനെ നീ മുന്നേറുക. നന്മ ഉദ്ദേശിക്കുന്ന ആളുകൾക്കുള്ള പ്രചോദനമാണത്. ഈ മാസം എന്നത് നന്മയുടെ, അനുസരണത്തിന്റെ, ഇബാദത്തിന്റെ മാസമാണ്. അതുകൊണ്ട് പരിശ്രമിക്കൂ എന്ന കൽപ്പനയാണത്. നമ്മൾ കാതുകൊണ്ട് കേട്ടിട്ടില്ലെങ്കിലും സഹോദരങ്ങളെ, നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നതാണ്. ഈ ഹദീസ് നമ്മൾ കേൾക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മോട് ഇതാ പറയപ്പെടുന്നു എന്ന ഓർമ്മ നമുക്ക് വേണം. അതുകൊണ്ട് നന്മയിൽ മുന്നേറാൻ നമ്മൾ പരിശ്രമിക്കണം. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, മുന്നിട്ട് ചെല്ലാനാണ് പറയുന്നത്, കൽപ്പിക്കുന്നത്. കാരണം ഈ മാസം എന്നത് ഇത് ലാഭത്തിന്റെ സീസണാണ്. പണ്ഡിതന്മാരിൽ ചിലർ ചോദിച്ചതുപോലെ, ബുദ്ധിയുള്ള ഒരു കച്ചവടക്കാരൻ, അയാൾക്ക് ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു സീസൺ വന്നെത്തിയാൽ ലാഭം കൊയ്തെടുക്കാനുള്ള എല്ലാ പണിയും അയാൾ എടുക്കും. അതല്ലാതെ ആ സമയത്ത് ആരെങ്കിലും പിന്നോട്ടടിച്ചാൽ എന്തായിരിക്കും ഉണ്ടാവുക? ആ സീസൺ കഴിഞ്ഞു പോകും, ലാഭം കൊയ്തെടുക്കാൻ സാധിക്കുകയില്ല. റമളാൻ എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായ കച്ചവടത്തിന്റെ സീസണാണ്. എന്താണ് ലാഭകരമായ കച്ചവടം? ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടം, അത് പരലോകമാണ്. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, അല്ലാഹു പറഞ്ഞില്ലേ, പരലോകം എന്നത് അതാണ് ഏറ്റവും ഉത്തമം, അതാണ് എന്നെന്നും ബാക്കിയാകുന്നത്. ദുനിയാവിൽ എത്ര ലാഭം കിട്ടിയാലും പിന്നീട് ഒരു നഷ്ടം വന്നേക്കാം, അതല്ലെങ്കിൽ അത് തീർന്നു പോയേക്കാം, കഴിഞ്ഞു പോയേക്കാം. പക്ഷെ ആഖിറം എന്നത് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ലാഭം കിട്ടുന്ന കാര്യമാണ്. ആ ആഖിറത്തേക്കുള്ള, പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ള സീസണാണ് സഹോദരങ്ങളെ ഈ മാസം. അതുകൊണ്ട് ഇതാ നമ്മോട് വിളിച്ചു പറയപ്പെടും എല്ലാ ദിവസവും, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്നവനെ നീ മുന്നിട്ട് ചെല്ലുക.
വേഗത്തിൽ വേഗത്തിൽ നന്മകളുമായി മുന്നേറുക. അതേപോലെ തന്നെ തിരിച്ചും വയബാഗിയ ശർ അഖ്സിർ, തിന്മ ഉദ്ദേശിക്കുന്നവനെ നീ ചുരുക്കുക. കാരണം ഈ മാസം എന്നത് ഷർറിന്റെ മാസമല്ല, ഈ മാസം എന്നത് തിന്മകളുടെ മാസമല്ല, ഈ മാസം എന്നത് അള്ളാഹുവിങ്കൽ പവിത്രമാണ്. ഈ പവിത്രമായ മാസത്തിൽ നീ തിന്മകളുമായി മുന്നേറരുത്, ചുരുക്കുക, നിന്റെ തിന്മ നീ ഇല്ലാതാക്കുക എന്ന് വിളിച്ചു പറയപ്പെടും. നോക്കൂ സഹോദരങ്ങളെ, ഈ മാസത്തിൽ ഈ സുവർണാവസരം ഒരു മുസ്ലിമിന്, ഒരു മനുഷ്യന് വന്നു കിട്ടിയിട്ട് അത് മുതലെടുക്കാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഈ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇത് കേട്ടിട്ട് നമ്മുടെ മനസ്സുകൾക്ക് ചലനമുണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമുക്ക് ചലനമുണ്ടാവുക? ഈ മാസത്തിൽ അള്ളാഹുവിങ്കലേക്ക് തൗബയുമായി, ഇസ്തിഗ്ഫാറുമായി, പാപമോചനവുമായി മുന്നിട്ട് ചെല്ലാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് സഹോദരങ്ങളെ നമുക്ക് സാധിക്കുക? ഈ മാസം എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷഹ്റുൽ മഗ്ഫിറ, പാപമോചനത്തിന്റെ മാസമാണ്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ഒരുക്കി തന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുഖ്യ ശത്രുവിനെ, ആ ഉപദ്രവകാരികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു കെട്ടിയിരിക്കുന്നു. നന്നാവാനും തിരുത്താനും രക്ഷപ്പെടാനും നമുക്ക് സാധിക്കുന്ന അമൂല്യമായ നിമിഷങ്ങളാണിത്. അതുകൊണ്ട് നോക്കൂ, ഈ വിളി, ആ വിളിക്ക് ഉത്തരം നൽകാനാണ് നമുക്ക് സാധിക്കേണ്ടത്. നന്മകളിൽ മുന്നേറിക്കൊണ്ട്, തിന്മകളിൽ നിന്ന്, ന്യൂനതകളിൽ നിന്ന്, കുറവുകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് വിട്ട് നിന്നുകൊണ്ട്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാ ദിവസവും അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നരകമോചനം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലില്ലാഹി ഉതഖാഉ മിനൻ നാർ വദാലിക കുല്ലു ലൈല. എല്ലാ രാത്രിയിലും, റമളാനിന്റെ എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നരകമോചനം നൽകും. സഹോദരങ്ങളെ, ഒരുപാട് റമളാനുകൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ റമളാനിൽ നമ്മൾ നരകമോചനം കിട്ടിയവരായോ? അള്ളാഹു നമുക്ക് നരകമോചനം നിശ്ചയിച്ചിട്ടുണ്ടോ? നമുക്കറിയില്ല. ഒരുപക്ഷെ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഈ റമളാൻ ആണെങ്കിലോ, അള്ളാഹു നമുക്ക് നരകമോചനം നിശ്ചയിച്ച റമളാൻ അതിതാണെങ്കിലോ നമുക്കറിയില്ല. ഒരുപക്ഷെ ഇതായിരിക്കും നമ്മുടെ അവസാനത്തെ റമളാനെങ്കിലോ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഈ കഴിഞ്ഞുപോയ വർഷങ്ങളിലൊന്നും കിട്ടാത്ത ഒരു കാര്യമാണ് ഈ വർഷത്തിൽ നമുക്ക് അള്ളാഹു നിശ്ചയിച്ചതെങ്കിലോ, ഇത് നമ്മൾ ഓരോ വർഷവും ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടല്ലേ നിസ്കാരവുമായി ബന്ധപ്പെട്ട് മുൻഗാമികൾ ചിലർ മക്കൾക്ക് വസിയത്ത് നൽകിയതായി നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസായിട്ടും അത് വന്നിട്ടുണ്ട്. നീ നിന്റെ നിസ്കാരം നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണിതെന്ന് ആലോചിച്ചുകൊണ്ട് നിസ്കരിക്കുക. എന്താണ് അതിൻ്റെ പ്രത്യേകത? അങ്ങനെ ഒരാൾ നിസ്കരിക്കുമ്പോൾ ഏറ്റവും നല്ല നിസ്കാരമായിരിക്കും അയാൾ നിസ്കരിക്കുക. നമ്മൾ അറിഞ്ഞു എന്ന് വിചാരിക്കുക, ഈ മഗ്രിബ് നമ്മുടെ അവസാനത്തെ നിസ്കാരമാണ്, ഇതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ മഗ്രിബ് എന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ആ നിസ്കാരത്തിൻ്റെ ഭംഗി, എന്തായിരിക്കും ആ നിസ്കാരത്തിൻ്റെ മനോഹാരിത, എന്തായിരിക്കും ആ നിസ്കാരത്തിലെ ഖുശൂ', എന്തായിരിക്കും ആ നിസ്കാരത്തിലെ മനസാന്നിധ്യം? ഇതെല്ലാ വക്തിലും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ചിന്തിച്ചാൽ എല്ലാ വക്തിലെ നിസ്കാരവും ശരിയാവും. എന്നതുപോലെ സഹോദരങ്ങളെ, ഓരോ റമളാനിലും നമ്മൾ ചിന്തിക്കണം, ഇതായിരിക്കുമോ എൻ്റെ അവസാനത്തെ റമളാൻ? ഈ റമളാനിലായിരിക്കുമോ എനിക്ക് അള്ളാഹു നരകമോചനം നിശ്ചയിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും ഓരോരുത്തരെയും അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിച്ച് സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർക്കുമ്പോൾ അത് നമ്മൾ ഉൾപ്പെടേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു മത്സരം ഏർപ്പെടുത്തിയെന്ന് വിചാരിക്കുക.
ആ മത്സരത്തിൽ വിജയിച്ച ആളുകൾക്ക് പ്രതിഫലമുണ്ട്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 1,00,000 രൂപ. എല്ലാ ദിവസവും ഇങ്ങനെ മത്സരവുമുണ്ട്, പ്രതിഫലവുമുണ്ട് എന്ന് വിചാരിക്കുക. നമ്മളെല്ലാ ദിവസവും ആ മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യും, അത് കിട്ടുമെന്ന് നോക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, എല്ലാ ദിവസവും നരകമോചനം അള്ളാഹു നൽകുന്നുണ്ട്. അതിനർഹരായി തീരാനാണ് നമ്മൾ നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, റമളാനിൻ്റെ വലിയ പ്രത്യേകതയാണിത്. ഇതിൻ്റെ ആദ്യത്തെ രാത്രി മുതൽ ഈ കേട്ട ശ്രേഷ്ഠതകളെല്ലാം ഈ മാസത്തിൽ വന്നിറങ്ങുകയായി. ഇനി നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ വിശേഷിപ്പിച്ചതായി കാണാം. ഈ മാസം എന്നത് ഷഹ്റു സബ്ർ, ഇത് സബ്റിന്റെ ക്ഷമയുടെ മാസമാണ്. അവിടുന്ന് പറഞ്ഞു, സിയാമു ഷഹ്രി സബ്രി വസലാസതി അയ്യാമിൻ മിൻ കുല്ലി ഷഹ്റിൻ സിയാമുദ് ദഹർ. ക്ഷമയുടെ മാസത്തിലെ നോമ്പും മാസത്തിലെ 3 ദിവസത്തിലെ നോമ്പും വർഷം മുഴുവനും നോമ്പെടുത്തതുപോലെയാണ്. ഈ ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ ഷഹ്റു സബ്ർ എന്നാണ് പറഞ്ഞത്, ക്ഷമയുടെ മാസം. എന്താണ് സഹോദരങ്ങളെ ക്ഷമയുടെ മാസം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ക്ഷമക്ക് 3 അടിസ്ഥാനങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കാൻ അവന് ക്ഷമ വേണം. രണ്ടാമത്തേത്, അള്ളാഹു വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കാൻ ക്ഷമ വേണം. മൂന്നാമത്തേത്, അള്ളാഹുവിൻ്റെ ഖലാ ഖദർ, അള്ളാഹുവിൻ്റെ വിധി തീരുമാനങ്ങൾ, അതിൽ ഒരുപക്ഷെ നമുക്ക് വേദനയുള്ള പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടാകും, അതിൽ ക്ഷമിക്കാൻ സാധിക്കണം. ഇതാണ് പ്രധാനമായിട്ടും ക്ഷമ എന്ന് പറഞ്ഞാൽ. ക്ഷമ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ ഈ 3 എണ്ണമായിരിക്കും. ഇതാണ് അതിൻ്റെ അടിത്തറകൾ. പരിശുദ്ധ റമളാൻ എന്നത് സഹോദരങ്ങളെ ഈ 3ഉം ഒരുമിച്ച ഒരു മാസമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹ്റു സബ്ർ എന്ന് പറഞ്ഞത്. എങ്ങനെയാണത്? എങ്ങനെയാണ് ഈ മാസത്തിൽ ക്ഷമയുടെ എല്ലാ ഇനങ്ങളും ഒരുമിച്ച് വന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, ഈ മാസത്തിൽ അള്ളാഹു കൽപ്പിച്ചതാണ് റമളാനിലെ നോമ്പ് എന്നത്. നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, ഫജ്ർ മുതൽ സൂര്യാസ്തമനം വരെ പട്ടിണി കിടക്കലാണ്. നമുക്കിഷ്ടമുള്ള ഭക്ഷണപാനീയങ്ങളും നമ്മുടെ ലൈംഗിക ആഗ്രഹങ്ങളും ഇതൊക്കെ പിടിച്ചു നിർത്തലാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. അതുപോലെ ഈ നോമ്പിന് റമളാനിൻ്റെ പകലിൽ നമ്മൾ ഇബാദത്തുകളിൽ മുഴുകണം. രാത്രി നിസ്കാരവുമായി കഴിഞ്ഞുകൂടണം. പകലിൽ ഖുർആൻ പാരായണവും അതുപോലെ ദിക്റുകളും ദുആകളും, അങ്ങനെ ഈ മാസത്തിലെ എല്ലാ ദിവസവും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ പ്രവർത്തിക്കാൻ മറ്റുള്ള മാസങ്ങളിലേക്കാൾ ശ്രദ്ധിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹു കൽപ്പിച്ചത് ചെയ്യാനുള്ള ക്ഷമ അത് ഈ മാസത്തിൽ നമ്മെ പരിശീലിപ്പിക്കും. ഈ മാസത്തിൽ എന്തായാലും ചെയ്യണം. നോമ്പ് നോൽക്കണം, നിർബന്ധമാണ്. നോമ്പ് നോൽക്കാൻ ബാധ്യതയുള്ള നിർബന്ധമായിട്ടുള്ള എല്ലാവരും നോമ്പ് നോൽക്കണം. അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അത് പാലിക്കാൻ ക്ഷമ വേണം. അതിനെ തുടർന്നുള്ള ഓരോ ഇബാദത്തുകളും ചെയ്യാൻ നമുക്ക് ക്ഷമ വേണം. ക്ഷമയുടെ ഒന്നാമത്തെ ഇനം റമളാനിലുണ്ട്, നോമ്പിലുണ്ട്, ഈ മാസത്തിലുണ്ട്. രണ്ടാമത്തെ ഒരു ഇനം എന്നത് അള്ളാഹു വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കലാണ്. പരിശുദ്ധ റമളാനിലതാ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ നമുക്ക് വിലക്കിയിരിക്കുന്നു. മറ്റുള്ള സമയങ്ങളിൽ പൊതുവെ നമുക്ക് ഹലാലായ അനുവദനീയമായ കാര്യമാണ്. പക്ഷെ നോമ്പിന്റെ പകലിൽ അള്ളാഹു നമുക്ക് വിലക്കി. അത് നമ്മുടെ കൺമുന്നിലുണ്ടെങ്കിലും നമ്മൾ ചെയ്യൂല. എന്തുകൊണ്ട്? അള്ളാഹു വിരോധിച്ചതാണ്. റമളാനിന്റെ പകലിൽ തിന്നാനോ കുടിക്കാനോ പാടില്ല. റമളാനിന്റെ പകലിൽ നോമ്പ് മുറിയുന്ന ഒന്നും ചെയ്യാൻ പാടില്ല എന്നത് അള്ളാഹു വിലക്കിയ അവന്റെ വിലക്കുകൾ പാലിക്കുന്നതിൽപ്പെട്ടതാണ്. നോക്കൂ, അതിന് ക്ഷമ വേണം. കയ്യിൽ കിട്ടിയിട്ട് ഒരാൾ അതിനെ ക്ഷമിക്കുക എന്നത് വലിയ കാര്യമാണ്. ആര് കണ്ടില്ലെങ്കിലും വെള്ളം കുടിക്കാനോ ഭക്ഷിക്കാനോ ഒരു സത്യവിശ്വാസി മുതിരുകയില്ല. എന്തുകൊണ്ട്? അള്ളാഹു വിലക്കിയതാണ് എനിക്ക്. ഇത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം
നമ്മെ സഹായിക്കും. ആ ഒരു ക്ഷമ പൊതുവെ അനുവദനീയമായത് പ്രത്യേക സമയങ്ങളിൽ അള്ളാഹു വിലക്കി അതിൽ നിന്ന് നമ്മൾ ക്ഷമയോടെ മാറി നിന്നുവെങ്കിൽ എല്ലാ കാലത്തും അള്ളാഹു നമ്മോട് വിലക്കിയിട്ടുള്ള ഹറാമിൽ നിന്ന്, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ അത് നമ്മെ പരിശീലിപ്പിക്കും. റമദാനിലൂടെ ആ ഒരു ക്ഷമ നമുക്ക് വന്നു കിട്ടും. മൂന്നാമത്തെ ഒരു ഇനം എന്നത് അള്ളാഹുവിൻ്റെ ഖദറിൽ ക്ഷമിക്കലാണ്. അള്ളാഹുവിൻ്റെ വിധി തീരുമാനത്തിൽപ്പെട്ടതാണ് നോമ്പ്. നോറ്റ് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പുണ്ടാകും, ദാഹമുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. അള്ളാഹുവിൻ്റെ ഖദറാണത്. ആ ഖദറിൽ നമ്മൾ ക്ഷമിക്കുകയാണ്. വിശന്ന് പ്രയാസപ്പെട്ടാലും നമ്മൾ റമദാനിൽ അതിൻ്റെ പകൽ മുഴുവനും നോമ്പുകാരനായിട്ട് തന്നെ കഴിഞ്ഞുകൂടും. ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും നമ്മെ സഹായിക്കും. അള്ളാഹുവിൻ്റെ വിധി തീരുമാനങ്ങളിൽ നമുക്ക് ഖൈറും ഉണ്ടാകും, ഷർറും ഉണ്ടാകും. ആ നന്മയിലും തിന്മയിലും, അഥവാ നമുക്ക് നന്മയായി ഭവിച്ചതും അല്ല പ്രയാസകരമായി ഭവിച്ചതും എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ക്ഷമ അതിലൂടെ നമുക്ക് വന്നു കിട്ടും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള ക്ഷമ പഠിപ്പിക്കുന്ന, പരിശീലിക്കുന്ന ഒരു മാസമാണ് സഹോദരങ്ങളെ പരിശുദ്ധ റമദാൻ എന്നുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ ഷഹ്റു സബ്ർ എന്ന് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നോക്കൂ, പരിശുദ്ധ റമദാൻ യഥാരൂപത്തിൽ ഒരാൾ മുതലെടുത്താൽ ഈ ക്ഷമയുടെ ഇനങ്ങളെല്ലാം ജീവിതത്തിൽ പാലിച്ച് റമദാൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ 3 ഇനങ്ങളിലും മരിക്കുന്നത് വരെ ക്ഷമിച്ച് മുന്നോട്ട് പോവാൻ അയാളെ സഹായിക്കും. കാരണം റമദാൻ കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ വന്നു കിട്ടും. അപ്പം അത് പാലിക്കാൻ നോമ്പിലൂടെ, റമദാനിലൂടെ, ഈ മാസത്തിൽ നമ്മൾ പരിശീലിച്ചു. അത് നമ്മളെ മരണം വരെ സഹായിക്കും. അതുപോലെ തിന്മകൾ, ഹറാമുകൾ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങൾ, അത് ജീവിതത്തിൽ ഉടനീളം അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മെ സഹായിക്കും. റമദാനിൽ നമ്മൾ ക്ഷമിച്ചു. പൊതുവെ ഹലാലായ കാര്യം പോലും ഈ സമയത്ത് അള്ളാഹു നമുക്ക് വിലക്കിയപ്പോൾ അതിൽ ക്ഷമ കൈകൊണ്ട നമുക്ക് തീർത്തും ഹറാമായിട്ടുള്ള പൊതുവെ വിലക്കപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ അത് നമ്മെ സഹായിക്കും. അതുപോലെ അള്ളാഹുവിൻ്റെ ഖദർ, പല രൂപത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും. എപ്പോഴും സന്തോഷം മാത്രമല്ല ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അള്ളാഹു നമ്മെ പരീക്ഷിക്കും. പരീക്ഷണത്തിൻ്റെ കേന്ദ്രമാണിത്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു അത് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ ഈ ഒരു മാസം നമ്മെ പരിശീലിപ്പിച്ചു. കാരണം എന്താ, വിശപ്പും ദാഹവും എന്നത് മനുഷ്യന് മറ്റെല്ലാറ്റിനേക്കാളും പ്രയാസമുള്ള കാര്യമാണ്. അത് പരിശീലിച്ച ഒരു സത്യവിശ്വാസി, ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ റമദാനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ശവ്വാൽ മാസത്തിൽ എത്തുമ്പോൾ ക്ഷമയുടെ ഇനങ്ങളെല്ലാം പരിശീലിച്ച ഒരാളായിട്ടാണ് പുറത്തേക്ക് വരിക. അതുകൊണ്ട് നോക്കൂ സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ മാസം എന്നത് എത്ര മഹത്തരമാണ്. ഇനി നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. അതാകും ഷഹ്റു റമദാൻ. നേരത്തെ നമ്മൾ ആദ്യം കേട്ട അതേ രൂപത്തിലുള്ള റമദാനിന്റെ ആഗമനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ അറിയിച്ച രൂപമാണിത്. അതാകും ഷഹ്റു റമദാൻ, ഇതാ നിങ്ങളിലേക്ക് റമദാൻ മാസം സമാഗതമായിരിക്കുന്നു, കടന്നു വന്നിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്, ഈ മാസം എന്നത് അനുഗ്രഹീതമായ മാസമാണ്. ഇഫ്തറല്ലാഹു അലൈക്കും സിയാമഹു, ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. തുഫത്തഹു അബ്വാബുൽ ജന്ന, ഈ മാസത്തിൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. വതുഗല്ലഖു അബ്വാബുൻ നാർ, നരകത്തിന്റെ വാതിലുകൾ കുട്ടിയടക്കപ്പെടും. വതുസഫദു മർദതു ശയാതീൻ, പിശാചുക്കളിലെ ഉപദ്രവകാരികൾ ചങ്ങലയിൽ ബന്ധിക്കപ്പെടും. സഹോദരങ്ങളെ, ഈ ഹദീസിൽ വന്ന ഒരു വാക്കാണ് റമദാനിന് മുന്നേ പ്രത്യേകം എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്താനുള്ളത്. അവിടുന്ന് പറഞ്ഞു ഷഹ്റുൻ മുബാറക്, ഇത് അനുഗ്രഹീതമായ മാസമാണ്. സഹോദരങ്ങളെ, ഈ മാസം എന്നത്, അഥവാ റമദാൻ മാസം എന്നത്, അതിൻ്റെ ഓരോ സെക്കൻഡും അനുഗ്രഹീതമാണ്. അതിലെ ഓരോ നിമിഷവും അനുഗ്രഹീതമാണ്.
അതിലെ ഓരോ മണിക്കൂറും അനുഗ്രഹീതമാണ്. അതിലെ ഓരോ ദിവസവും അനുഗ്രഹീതമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളും എല്ലാ ഖൈറും ബറക്കത്തും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു മാസമാണ്, സമയമാണ് റമദാൻ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമ്മൾ കേട്ടത്. അതിൻ്റെ ബറക്കത്തിൽപ്പെട്ടതാണ് സ്വർഗത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നു. അഥവാ സൽക്കർമ്മങ്ങളുമായി ഒരാൾ മുന്നേറിയാൽ റമദാൻ അവസാനിക്കുന്നതിന് മുന്നേ അയാൾ സ്വർഗപ്രവേശനം കരസ്ഥമാക്കും. അള്ളാഹു സ്വർഗം ഉറപ്പ് നൽകും. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ കേട്ടില്ലേ, നന്മയിൽ മുന്നേറാനാണ് കൽപ്പന. സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു. കാരണം നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവും ഈ മാസത്തിൽ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. നന്മകൾക്ക് ധാരാളം പ്രതിഫലം. നന്മകൾ ചെയ്യുന്നതിനെ പൊതുവെ നമ്മിൽ നിന്നും തടയുന്ന പിശാചുക്കളുടെ ഉപദ്രവം അള്ളാഹു കുറച്ചു തന്നു. അങ്ങനെ അള്ളാഹു നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടച്ചു. എന്നിട്ടും സഹോദരങ്ങളെ, നമുക്ക് നരകമോചനം കിട്ടാതെ പോയാൽ എത്ര ദൗർഭാഗ്യവാന്മാരായിരിക്കും. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നോക്കൂ, അതുകൊണ്ട് ഈ മാസം എന്നത് എല്ലാ അർത്ഥത്തിലും ഷഹ്റുൻ മുബാറക്കാണ്. അങ്ങനെ ഒരു അനുഗ്രഹീതമായ മാസത്തിലേക്കാണ് സഹോദരങ്ങളെ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞ ഏതാനും ചില കാര്യങ്ങൾ റമദാനിന് മുന്നോടിയായി, ആ റമദാനിൻ്റെ ആഗമനത്തിൽ റമദാനിനെ വരവേൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യേണ്ട ചില മുന്നൊരുക്കങ്ങളെ കൂടി പറഞ്ഞ് പൂർത്തീകരിക്കാം ഇൻഷാ അള്ളാഹ്. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ഈ മാസത്തിൻ്റെ വരവിൽ നമ്മൾ ഓരോരുത്തരും സന്തോഷിക്കണം. ഈ മാസം വരുന്നതിന് മുന്നേ ഈ മാസത്തിൻ്റെ വരവിൽ നമ്മൾ സന്തോഷിക്കണം. നമുക്കൊരിക്കലും ഒരു ഇടുക്കുണ്ടാവരുത്, ഒരു കുടുസ് അനുഭവപ്പെടരുത്, ഒരു കുടുസത. നോമ്പായാൽ പഴയ പരിപാടി നടക്കൂലല്ലോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവരുത്. മറിച്ച് റമദാൻ വരുന്നതിനെ നമുക്ക് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ കാണേണ്ടത്. കാരണം പരിശുദ്ധ റമദാനിൽ എത്തിച്ചേരണമെന്ന് വിചാരിച്ച പലരുടെയും ആയുസ് ഇതിനു മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ എത്ര മരണവാർത്തകൾ കേട്ടു. അവരിൽ പലരും ഒന്നല്ലെങ്കിൽ അടുത്ത റമദാനിൽ കൂടുതൽ പരിശ്രമിക്കാമെന്ന് വിചാരിച്ചവരായിരിക്കും. അതല്ലെങ്കിൽ അടുത്ത റമദാനിൽ തിരുത്താം, ശരിയാക്കാം, നന്നാക്കാം എന്നൊക്കെ വിചാരിച്ചവരായിരിക്കും. പക്ഷെ റമദാൻ എത്തുന്നതിന് മുന്നേ അവരുടെ ആയുസ് തീർന്നുപോയി. നമ്മളും എത്തുമോ നമുക്കറിയില്ല. അള്ളാഹുവിനോട് എത്തിക്കാൻ ദുആ ചെയ്യുക എന്നതാണ് നമ്മുടെ ബാധ്യത. അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ റമദാനിലേക്ക് എത്താനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ പരിശുദ്ധ റമദാൻ എത്തുന്നതിൻ്റെ 6 മാസം മുന്നേ റമദാനിലേക്ക് എത്തിക്കണേ എന്ന് ദുആ ചെയ്യുമായിരുന്നു. നമുക്ക് റമദാൻ അടുത്താൽ പോലും ഓർമ്മ ഉണ്ടാവില്ല. 6 മാസങ്ങൾക്ക് മുന്നേ അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ എന്നവർ ദുആ ചെയ്യും. അഥവാ റമദാനിലേക്ക് എത്തിക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് റമദാനിന് ശേഷം പിന്നീട് അടുത്ത 6 മാസക്കാലം അള്ളാഹുവിനോട് ദുആ ചെയ്യും, അള്ളാഹുവേ റമദാനിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ. നമ്മൾ ഷൗവാൽ കഴിഞ്ഞത് മുതലേ നിർഭയത്വത്തിലാണ്. നോക്കൂ, നമ്മുടെ നല്ലവരായ മുൻഗാമികളുടെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, റമദാനിൽ എത്തിച്ചേരാൻ സാധിക്കുക എന്നത് വലിയ നിഅമത്താണ്. അത് കിട്ടാതെ പോയ ആളുകൾ ഒരുപാടുണ്ട്. നമ്മൾ ആരോഗ്യത്തോടെ ആഫിയത്തോടെ നല്ല ഒരവസ്ഥയിൽ നിർഭയത്വത്തോടെ സുരക്ഷിതമായി റമദാൻ മാസത്തിൽ പ്രവേശിക്കുക എന്നത് എന്തൊരു വലിയ അനുഗ്രഹമാണ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, എത്ര വലിയ അനുഗ്രഹമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടിട്ടില്ലേ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങളുടെ കാഴ്ചകൾ?
നമുക്ക് റമദാനിൽ നല്ല വിഭവങ്ങളും നോമ്പുതുറയും ഒക്കെ ഉണ്ടായിരുന്നു, അത്താഴമുണ്ടായിരുന്നു, നല്ല രൂപത്തിൽ റമദാൻ കഴിഞ്ഞുകൂടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരുടെ അവസ്ഥ എന്തായിരുന്നു നമ്മൾ കണ്ടിട്ടില്ലേ? ഭക്ഷണമില്ലാതെ എന്തായിരുന്നു അവരുടെ അവസ്ഥ? നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ അനുഗ്രഹത്തിലാണ്. ആരോഗ്യമുണ്ട്, ആഫിയത്തുണ്ട്. നമ്മൾ നമ്മുടെ വീടുകളിലാണ്, നിർഭയത്വത്തിലാണ്. നമുക്ക് പട്ടിണിയോ പ്രയാസങ്ങളോ ഇല്ല. വലില്ലാഹിൽ ഹംദ്. അള്ളാഹു നിലനിർത്തി നൽകുമാറാവട്ടെ. അള്ളാഹു പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തുറവിയും ആശ്വാസവും നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, എത്ര പറഞ്ഞാലും വിലമതിക്കാനാകാത്ത അനുഗ്രഹമാണിത്. ആഫിയത്ത്, ആരോഗ്യമെന്നത്. ഇവിടെ ഈമാനിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ആരോഗ്യം, ആഫിയത്ത്, സൗഖ്യം. ആ സൗഖ്യത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ വില തിരിച്ചറിയണമെങ്കിൽ ഒരു തലവേദന എടുത്താൽ മതി. ഒരു തലവേദന പോലും നമുക്ക് താങ്ങാൻ സാധിക്കുകയില്ല. ശരീരത്തിൽ ഒരു അവയവം മാത്രമാണിത്. നമുക്ക് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. നോമ്പെടുക്കാൻ സാധിക്കാത്തവർ, ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തവർ, ഉണ്ടായിട്ട് കഴിക്കാൻ പറ്റാത്തവർ. ഇങ്ങനെ നോമ്പിൻ്റെ വേളയിൽ റമദാനുമായി ബന്ധപ്പെട്ട് നമുക്ക് അനേകം ആളുകളെ കാണാം. നമ്മൾ ഈ ഇരിക്കുന്ന ആളുകൾ അൽഹംദുലില്ലാ എല്ലാ അർത്ഥത്തിലും നമ്മൾ സൗഖ്യത്തിലാണ്. അല്ലാഹു നിലനിർത്തി നൽകുമാറാവട്ടെ. ആ ഒരു അവസ്ഥയിൽ സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ റമദാനിൽ എത്തുക എന്നുള്ളത് നമ്മൾ സന്തോഷിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഓരോ മാസപ്പിറവി കാണുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കറിയാം. അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക അല്ലാഹ്. അല്ലാഹുവേ, ഈ മാസപ്പിറവി അത് അഭിവൃദ്ധിയോടെ, നിർഭയത്വത്തോടെ, ഈമാനോടെ, സുരക്ഷിതത്വത്തോടെ, ഇസ്ലാമിലായിക്കൊണ്ട് ആ രൂപത്തിൽ നമുക്ക് മേൽ ഉദിപ്പിക്കണേ. എന്നിട്ട് ചന്ദ്രനെ നോക്കി നമ്മൾ പറയുകയാണ് റബ്ബി വറബ്ബുക അല്ലാഹ്, എൻ്റെ റബ്ബും നിന്റെ റബ്ബും അല്ലാഹു ആകുന്നു. ഓരോ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും നമ്മൾ ദുആ ചെയ്യേണ്ടതാണിത്. മറ്റുള്ള മാസങ്ങൾ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോളണമെന്നില്ല. റമദാൻ എന്തായാലും നമ്മൾ അറിയും. അപ്പം നമ്മൾ പ്രത്യേകം നോക്കൂ, ഈ ദുആ ചെയ്യാറുണ്ട് നമ്മൾ. പലപ്പോഴും നമ്മൾ ആളുകൾ ഓർമ്മപ്പെടുത്താറുണ്ട്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്താണ് അതിലുള്ളത്? കേവലം ഒരു വാക്കാണോ അത്? അഭിവൃദ്ധിയോടെ, നിർഭയത്വത്തോടെ, വലിയ നിയമത്താണത്. റമദാൻ മാസത്തിൽ നമുക്ക് ചുറ്റും സ്ഫോടനങ്ങളോ വെടിയൊച്ചകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അൽഹംദുലില്ലാ, നിർഭയരാണ് നമ്മൾ. അഭിവൃദ്ധിയുണ്ട്, ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്. നമ്മൾ വീടുകളിലാണ്, കുടുംബത്തോടൊപ്പമാണ്. അതുപോലെ അൽഹംദുലില്ലാ നമ്മൾ ഈമാനിലാണ്, മുസ്ലിമീങ്ങളാണ്, ഇസ്ലാമിൻ്റെ ആളുകളാണ്, അള്ളാഹുൽ വിശ്വാസമുള്ളവരാണ്. അതുപോലെ നമ്മൾ സുരക്ഷിതരാണ്, യാതൊരു പേടിയുമില്ല, അള്ളാഹുവിനെ അല്ലാതെ പേടിക്കേണ്ടതില്ല. ഈ ഒരവസ്ഥയിൽ ഓരോ മാസവും വന്ന് കിട്ടുക എന്നത് സഹോദരങ്ങളെ വലിയ കാര്യമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ഇത് വരുന്നതിന് മുന്നേ നമ്മൾ സന്തോഷിക്കണം. സന്തോഷത്തോടു കൂടിയാണ് പരിശുദ്ധ റമദാനിനെ വരവേൽക്കേണ്ടത്. നമ്മൾ കുടുംബത്തിനും മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, പരിശുദ്ധ റമദാനിനെ വരവേൽക്കുമ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് ധാരാളമായി നമ്മൾ പാപമോചന തേട്ടവുമായി അടുക്കാൻ ശ്രമിക്കണം. കാരണം ആദമിൻ്റെ മക്കൾ നമ്മൾ ഓരോരുത്തരും ധാരാളമായി അബദ്ധങ്ങൾ സംഭവിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ആദമിൻ്റെ മക്കൾ, മനുഷ്യർ ധാരാളമായി അബദ്ധങ്ങൾ പിണയുന്നവരാണ്. എന്നാൽ അവരിൽ ഏറ്റവും ഉത്തമർ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരുമാണ്. റമദാനിന് മുന്നേ നമ്മുടെ ഹൃദയം അത് ശുദ്ധീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ന്യൂനതകളും കുറവുകളും തെറ്റുകളുമൊക്കെ സംഭവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പാപങ്ങൾ എന്നത് അതിൻ്റെ ഒരുപാട് അനന്തരഫലങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് സഹോദരങ്ങളെ.
സൽക്കർമ്മങ്ങൾക്ക് തൗഫീഖ് കിട്ടാതിരിക്കുക എന്നുള്ളത്, നന്മകൾക്ക് തൗഫീഖ് കിട്ടാതിരിക്കുക എന്നുള്ളത് പാപങ്ങളുടെ അനന്തരഫലത്തിൽപ്പെട്ടതാണ്. പരിശുദ്ധ റമദാനിൽ നന്മകൾ ചെയ്യാനുള്ളതാണ്. നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ, നന്മകളിൽ മുന്നേറാനുള്ളതാണ്. എന്നിരിക്കെ നമ്മുടെ ന്യൂനതകളും കുറവുകളും നമ്മുടെ പാപങ്ങളും നമ്മുടെ തെറ്റുകളും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ഖൈറുകളെ തടയാൻ കാരണമായേക്കാം. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. തെറ്റുകൾ സംഭവിക്കുന്നവരാണ് നമ്മൾ വിചാരിക്കും വലിയ കബായിറൊന്നും ഇപ്പം നമ്മൾ ചെയ്യുന്നില്ലല്ലോ, വൻപാവങ്ങളൊക്കെ 7 വൻപാവങ്ങളും കണ്ണി നോക്കും, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലല്ലോ. അല്ല സഹോദരങ്ങളെ, ചെറുതും വലുതുമായ വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ അബദ്ധങ്ങൾ ഉണ്ടാകും. ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ഇബാദത്തുകളിൽ ഉണ്ടാകുന്ന ന്യൂനതകളെങ്കിലും അതിലേക്കെങ്കിലും നമ്മൾ തിരിഞ്ഞു നോക്കണം. അതൊക്കെ പാപങ്ങളിൽപ്പെട്ടതാണ്. അതൊക്കെ അള്ളാഹുവിനോട് ഉള്ള ബാധ്യതയിലുള്ള നമ്മുടെ കുറവുകൾ തന്നെയാണ്. ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും നമ്മൾ പരിഗണിക്കണം. അങ്ങനെ നമ്മൾ തിന്മകളിൽ നിന്ന് റബ്ബിനോട് ഇസ്തിഗ്ഫാറും തൗബയുമായി അടുക്കാൻ ശ്രമിക്കണം റമദാൻ വരുന്നതിന് മുന്നേ. അപ്പോഴാണ് പരിശുദ്ധ റമദാനിൽ ഷഹറുൽ മഗ്ഫിറ, ഈ പാപമോചനം വാഗ്ദാനം ചെയ്യപ്പെട്ട മാസത്തിൽ അത് നമുക്ക് വന്നു കിട്ടുകയുള്ളൂ. അപ്പോഴാണ് അള്ളാഹു നരകമോചനം നിശ്ചയിക്കുക നമുക്ക്. അപ്പോഴാണ് അള്ളാഹു പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ച് നമ്മെ നല്ല മുത്തഖിയായ ഒരാളായി റമദാൻ കഴിയുമ്പോൾ ശവ്വാലിലേക്ക് എത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഖൽബ്, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഈ മാസം ഏതൊരു പാപം ചെയ്ത ഒരു മനുഷ്യനും പ്രതീക്ഷയ്ക്ക് വകയുള്ള മാസമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് എല്ലാ രാത്രിയിലും നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ആളുകളുണ്ട് എന്ന് നമുക്ക് അറിയിച്ചു തന്നത്. തെറ്റുകളിൽ മുഴുകിയ ഓരോരുത്തനുമുള്ള പ്രതീക്ഷയുടെ വാക്കാണത്. ഏതായാലും ഇങ്ങനെ അങ്ങനെ തന്നെ മരിച്ചു പോകാം എന്ന് വിചാരിക്കേണ്ടതില്ല. ഇതാ വന്നിരിക്കുന്നു റമദാൻ, ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ മാസമാണ്. സ്വർഗത്തിന്റെ വാതിലുകൾ മലർക്കെ തുറന്നു വെക്കപ്പെട്ട മാസമാണിത്. നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ട മാസമാണിത്. ഈ മാസത്തിൽ എല്ലാ രാത്രിയിലും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നരകമോചനം നൽകും എന്നത് ഒരു മനുഷ്യന്റെ തെറ്റുകൾ സംഭവിക്കുന്ന, പ്രത്യേകിച്ച് തെറ്റിലായി ജീവിക്കുന്ന ഒരാൾക്ക് അയാളുടെ ഹൃദയത്തിന് ചലനമുണ്ടാക്കാൻ അത് കാരണമായി തീരും. ഇനി നന്മകളിൽ മുന്നേറുന്ന ആളുകളായാൽ പോലും കൂടുതൽ ശ്രദ്ധിക്കാൻ അത് നമ്മെ സഹായിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നേരത്തെ നമ്മുടെ ഹൃദയം അത് ശുദ്ധീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. തൗബയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള തൗബയായിരിക്കണം. അഥവാ ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തത് നമ്മുടെ അബദ്ധങ്ങൾ, നമ്മുടെ തെറ്റുകൾ, അതിൽ നമുക്ക് ഖേദമുണ്ടാവണം. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. തെറ്റ് പറ്റിപ്പോയാൽ അതിൽ ഖേദിക്കാൻ സാധിക്കുക എന്നുള്ളത് നന്മയുടെ അടയാളമാണ്. തെറ്റുകളെ ന്യായീകരിക്കാൻ നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? വലിയ അപകടത്തിലാണ്. അത് പിന്നീട് വലിയ അപകടത്തിലേക്ക് നമ്മെ തള്ളിവിടും. അതുകൊണ്ട് ചെയ്ത തെറ്റിൽ ഖേദമുണ്ടാവണം. രണ്ടാമത്തൊരു കാര്യം എന്നത് ഇനി അതിലേക്ക് മടങ്ങുകയില്ല എന്ന് റബ്ബിനോട് നമ്മൾ കരാറിലേർപ്പെടണം. മൂന്നാമത്തേത്, എന്താണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തെറ്റ്, അതിൽ നിന്ന് പരിപൂർണമായി നമ്മൾ മാറി നിൽക്കണം. തെറ്റുകളിൽ തുടർന്നുകൊണ്ടുള്ള ഒരു തൗബ അത് കാക്കത്തൗബയാണ്. ആ തൗബ യഥാർത്ഥ തൗബയല്ല. ഒരാൾ നന്നാവണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾ തെറ്റിൽ നിന്ന് പരിപൂർണമായി മാറണം. ആ സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ എന്താണോ അയാളെ തിന്മയിലേക്ക് നയിക്കുന്നത് അതിൽ നിന്നൊക്കെ അയാൾ മാറി നിൽക്കണം. നാലാമതൊരു നിബന്ധന, സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവരോടത് പറഞ്ഞു തീർക്കണം. ഇങ്ങനെ സഹോദരങ്ങളെ, എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഹൃദയം നമ്മൾ ശുദ്ധീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എങ്കിലാണ് റമദാനിൽ നമുക്ക് അള്ളാഹു ഖൈറിന്, ഇബാദത്തുകൾക്ക് തൗഫീഖ് നൽകുക. കേട്ടിട്ടില്ലേ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, മുൻഗാമികളിൽ ഒരാൾ ഒരു തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ 6 മാസക്കാലം രാത്രി നിസ്കാരം അദ്ദേഹത്തിന് തടയപ്പെട്ടു എന്നാണ്. എഴുന്നേക്കാൻ പറ്റൂല.
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, നന്മകൾ അത് നമുക്ക് തടയപ്പെടുന്നുണ്ടോ എങ്കിൽ നമ്മൾ ധാരാളമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ടതുണ്ട്. അത് മഅസിയത്തിൻ്റെ, തിന്മകളുടെ, പാപങ്ങളുടെ അനന്തരഫലങ്ങളിൽപ്പെട്ടതാണ്. പാപങ്ങൾക്ക് ധാരാളം അനന്തരഫലങ്ങളുണ്ട്. തെറ്റുകൾ ഒരിക്കലും തെറ്റായി അങ്ങനെ കഴിഞ്ഞു പോകുന്നില്ല. അതിന് അനന്തരഫലങ്ങൾ ഉണ്ടാകും, ദുനിയാവിലും ആഖിറത്തിലും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം അതാണ്, റമളാനിന് മുന്നേ നമ്മുടെ മനസ്സ് നമ്മൾ വൃത്തിയാക്കുക, മനസ്സ് ശുദ്ധീകരിക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, ആദ്യം നമ്മളൊരു കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? ആ സ്ഥലം വൃത്തിയാക്കും, എന്നിട്ടാണ് വിത്ത് പാകുക. അപ്പോഴാണ് അത് നല്ല ഒരു ചെടിയായി മുളച്ചു വരിക. കൃഷിക്ക് പാകമല്ലാത്തൊരു സ്ഥലത്തോട്ട് പോയിട്ട് എത്ര നല്ല വിത്തിട്ടാലും അത് മുളക്കൂല, അത് മുരടിച്ചോ നശിച്ചോ. അതുകൊണ്ട് എന്തു വേണം? ആദ്യം നമ്മൾ വൃത്തിയാക്കണം, ആ സ്ഥലം വൃത്തിയാക്കണം. നമ്മുടെ ഖൽബാണ്, നമ്മുടെ അമലുകളുടെ ഉത്ഭവ കേന്ദ്രം നമ്മുടെ ഹൃദയമാണ്. അത്തഖ്വാ ഹാഹുന എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പുറമേക്കുള്ള ഹാവഭാവങ്ങളല്ല, പ്രകടനങ്ങളല്ല തഖ്വ, മറിച്ച് ഹൃദയത്തിലാണ്. അതുകൊണ്ട് അത് വൃത്തിയാക്കണം. തൗബയിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെയാണ് സംഭവിക്കുക. അള്ളാഹുവിനോട്, നമ്മുടെ റബ്ബിനോട് നമുക്ക് നമ്മുടെ ഏത് തെറ്റും എടുത്തു പറയാം. അള്ളാഹു പുറത്തു വരും. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാൻ. ആ ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്നാൽ ആ പ്രതീക്ഷയിൽ നമ്മൾ വഞ്ചിതരായി പോകരുത്. കാരണം അള്ളാഹു ഷദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. നമ്മൾ മറന്നു പോകരുത്. അൽ ഖൗഫ് വർ റജാ, പ്രതീക്ഷയും ഭയപ്പാടും നമ്മുടെ മനസ്സിലുണ്ടാവണം. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, രണ്ടാമത്തത് നമ്മുടെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് റബ്ബിനോട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപമോചനം തേടുക. അള്ളാഹു നമുക്ക് നമ്മുടെ തെറ്റുകൾ, ന്യൂനതകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മൂന്നാമത്തൊരു കാര്യം സഹോദരങ്ങളെ, റമളാനിനെ വരവേൽക്കുമ്പോൾ, ഈ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നോമ്പിനെ നശിപ്പിച്ചു കളയാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നോമ്പ് അത് സുരക്ഷിതമായി തീരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അഥവാ നമ്മുടെ നോമ്പിനെ സംരക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ജനങ്ങൾ റമളാൻ മാസത്തിൽ അല്ലെങ്കിൽ നോമ്പുമായി ബന്ധപ്പെട്ട് പല രൂപത്തിലായിരിക്കും. എല്ലാവരും ഒരേ ദർജയിലായിരിക്കുകയില്ല, ഒരേ പദവിയിലായിരിക്കുകയില്ല ആളുകളുടെ ഈമാൻ. എല്ലാവരും നോമ്പെടുക്കുന്നുണ്ടാവും, എല്ലാവരും ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടാകും. പക്ഷേ വ്യത്യാസമുണ്ടാകും. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ നന്മയിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. അവിടുത്തോട് ചോദിക്കപ്പെട്ടു, അയ്യു സായിമീന അഅ്ളമു അജ്റ, നോമ്പുകാരിൽ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന ആൾ ആരാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്സറുഹും ലില്ലാഹി ദിക്റ, നോമ്പിന്റെ സമയത്ത് നോമ്പുകാരനായിരിക്കെ അള്ളാഹുവിനെ ധാരാളമായി ഓർമ്മിച്ച, ദിക്ർ ചെയ്ത ആൾ, അയാളാണ് നോമ്പുകാരിൽ തന്നെ ഏറ്റവും പ്രതിഫലം നേടിയെടുക്കുന്ന ആൾ. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചിന്തയും നമ്മുടെ നാവും ഇതൊക്കെ അള്ളാഹുവിനുള്ള ദിക്റിലായി ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. നോക്കൂ, നോമ്പുകാരിൽ തന്നെ നോമ്പിന്റെ പ്രതിഫലം എല്ലാവർക്കും കിട്ടും. പക്ഷേ അതിൽ അഅ്ളമു അജ്ർ, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടാർക്കാണ് നോമ്പുകാരനായിരിക്കെ അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്ത ആൾക്കാണ്. അള്ളാഹുവിനുള്ള ദിക്റിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ, അള്ളാഹു പറഞ്ഞില്ലേ, വാഖിമി സ്വലാത്ത ലിദിക്രി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, ഓ മൂസ, താങ്കൾ നിസ്കാരം നിലനിർത്തുക എന്നെ ഓർക്കുന്നതിന് വേണ്ടി. നോമ്പുകാരനായിരിക്കെ നിസ്കാരത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ നോമ്പിനെ സംരക്ഷിക്കലാണ്. നോമ്പുണ്ട്, നിസ്കാരമില്ല, നോമ്പിനെ പസാദാക്കി കളയും. നോമ്പുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ കാലത്തും നിസ്കാരത്തിന്റെ പ്രാധാന്യം എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല.
എന്നാൽ നോമ്പിൻ്റെ കാലത്ത് പലപ്പോഴും നിസ്കാരം നഷ്ടപ്പെട്ടു പോകും. കാരണം എന്താ? ഫജ്ർ എന്തായാലും അത്താഴം വയ്ക്കുന്നതുകൊണ്ട് ഉണ്ടാവും. ആ ഫജ്റിന് പോലും ഉറങ്ങിപ്പോകുന്ന ആളുകളുണ്ട്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അത്താഴം വെച്ച് നേരെ ഡും എന്നിട്ട് ഒറ്റ ഉറക്കാൻ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് എഴുന്നേൽക്കുക. എത്ര വലിയ നഷ്ടമാണെന്ന് നോക്കൂ നിങ്ങൾ. ഇനി കുറച്ച് കഴിഞ്ഞ് പകൽ ഉറങ്ങിയാലോ ളുഹറും അസ്റും ഒക്കെ നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ബാങ്ക് കേൾക്കുന്ന പരിധിയിലാണെങ്കിൽ ജമാഅത്തിന് പങ്കെടുക്കൽ നിർബന്ധമാണ്. അത് അള്ളാഹുവിനുള്ള ദിക്റാണത്. അത് നമ്മുടെ നോമ്പിനെ സംരക്ഷിക്കുന്ന കാര്യമാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിനെ ദിക്റ് ചെയ്യാൻ, അള്ളാഹുവിനെ ദിക്റ് ചെയ്താലുള്ള മറ്റൊരു ഗുണം എന്താണ്? നമ്മുടെ നാവുകൾ ദിക്റിലായിട്ടാണ് പിന്നീട് കഴിഞ്ഞുകൂടുക. മറ്റുള്ള അനാവശ്യമായ ചർച്ചകളും സംസാരങ്ങളും നമ്മുടെ മനസ്സിൽ നിന്നും നാവുകളിൽ നിന്നും നീങ്ങിപ്പോകാൻ അത് കാരണമാകും. അങ്ങനെയൊക്കെ നമ്മൾ നോമ്പിനെ കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം എന്നത് നോമ്പ് വരുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കണം, തീരുമാനിക്കണം. എന്നാലേ നമുക്ക് ആ സമയത്ത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് നോമ്പിനെ വശാതാക്കുന്ന കാര്യം ദൂരത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഓടി അകലാൻ സാധിക്കുക. അതുകൊണ്ട് നോമ്പിനെ നിലനിർത്തുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനും നോമ്പിനെ ഫസാദാക്കി കളയുന്ന കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരുങ്ങണം അതിനു വേണ്ടിയിട്ട്. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എന്നത് അത് വരുന്നതിന് മുന്നേ, റമദാനിൽ എത്തുന്നതിന് മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മൾ ഓർമ്മിക്കുക. ഈ നോമ്പ് അത് ഈമാനോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നിയ്യത്ത് നന്നാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഈമാനോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമദാനിൽ നോമ്പെടുത്താൽ അയാളുടെ മുൻകഴിഞ്ഞ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും. നോക്കൂ, നോമ്പ് നോൽക്കേണ്ടത് എല്ലാവർക്കും നോമ്പ് എന്നാൽ നമുക്കും നോമ്പ് അങ്ങനെയല്ല. നോമ്പെടുക്കുമ്പോൾ നമ്മുടെ നിയ്യത്ത് എന്താണ്? ഇത് അള്ളാഹു എനിക്ക് നിർബന്ധമാക്കിയതാണ്, അള്ളാഹുവിലുള്ള ഈമാൻ, അതുപോലെ അള്ളാഹു ഇതെനിക്ക് നിർബന്ധമാക്കി എന്ന ഈമാൻ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ നമ്മൾ പ്രതിഫലം ആഗ്രഹിക്കുന്നത് റബ്ബിൽ നിന്ന് മാത്രമാണ്. ഒരിക്കലും റിയാവോ അല്ലെങ്കിൽ ആളുകളെ കാണിക്കാനോ അവരുടെ പുകഴ്ത്തലോ പ്രശംസയോ കിട്ടാനോ വേണ്ടിയിട്ടൊന്നുമല്ല. മറിച്ച് അള്ളാഹുവാണ് നമുക്ക് പ്രതിഫലം നൽകുന്നത് എന്നുറച്ച വിശ്വാസം, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇത് സഹോദരങ്ങളെ നമ്മുടെ നോമ്പിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അള്ളാഹുവാണ് നമുക്ക് പ്രതിഫലം നൽകുന്നത് എന്ന് പറഞ്ഞു. അള്ളാഹു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അസ്സിയാമു ലീ വഅന അജ്സീ ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് പ്രതിഫലം നൽകുന്നത്. എല്ലാ ഇബാദത്തും നമ്മൾ റബ്ബിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് പ്രത്യേകം പറഞ്ഞ എന്തിനാണ്? നോമ്പിന്റെ കാര്യത്തിൽ എത്രയാണ് അതിൻ്റെ പ്രതിഫലം എന്ന് പ്രത്യേകമായി അള്ളാഹു പറഞ്ഞിട്ടില്ല. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെയാണ്. ബാക്കിയുള്ള ഓരോ അമലും ഒരു സത്യവിശ്വാസി, ഒരു മുസ്ലിം ഒരു നന്മ ചെയ്താൽ ചുരുങ്ങിയത് 10 പ്രതിഫലം. 1 ചെയ്താൽ ചുരുങ്ങിയത് 10. 10 ചിലപ്പോൾ 70 ആകാം, 700 ആകാം. ഓരോരുത്തരുടെയും ആ പ്രവർത്തനത്തിലെ ഇഖ്ലാസ് പോലെ ആയിരിക്കും. എന്നാൽ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞു, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പറഞ്ഞാൽ അതിന് കയ്യും കണക്കുമില്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ആ പ്രതിഫലമാണ് സഹോദരങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലിസായിമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. ഒന്ന് ഫിത്റിന്റെ സമയത്താണ്, അഥവാ നോമ്പ് മുറിക്കുമ്പോൾ, അതല്ലെങ്കിൽ പെരുന്നാളാക്കുമ്പോൾ ഒരു നോമ്പുകാരൻ അതിയായ സന്തോഷമാണ്. നോമ്പ് മുറിക്കുന്ന സമയത്ത് ആ തണുത്ത പാനീയം നമ്മുടെ വായിൽ നിന്ന് തൊണ്ടയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നോമ്പുകാരന് മാത്രമേ കിട്ടുള്ളൂ. നോമ്പെടുക്കാത്തവൻ മരിക്കുന്നവരെ കുടിച്ചാലും ആ ഒരു സന്തോഷം കിട്ടൂല. ഒരു മുസ്ലിമിന് മാത്രമുള്ളതാണത്, ഒരു നോമ്പുകാരന് മാത്രമുള്ളതാണത്.
ബാക്കി ജീവിതകാലം മുഴുവനും കുടിച്ചാലും ആ ഒരു ഫർഹ, ആ ഒരു സന്തോഷം നോമ്പുകാരന് മാത്രമാണ്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടത്? മുസ്ലിമീങ്ങൾക്ക്, നോമ്പുകാർക്ക് മാത്രമാണ് സഹോദരങ്ങളെ ആ ഒരു സന്തോഷം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ അങ്ങനെ തന്നെ. രണ്ടാമത്തെ സന്തോഷം എപ്പോഴാണ്? ഇൻദ ലിഖാഇ റബ്ബി. ഏതൊരു റബ്ബിന് വേണ്ടിയിട്ടാണോ നോമ്പ് നോറ്റത്, ആ റബ്ബിനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഒരു തടസ്സവുമില്ലാതെ കാണുന്ന ഒരു ദിവസമുണ്ട് സ്വർഗത്തിൽ. ആ സമയത്ത് നോമ്പുകാർക്ക് പ്രത്യേക സന്തോഷമാണ്. ഇത് രണ്ടും നോമ്പുകാർക്ക് മാത്രമേ ഉള്ളൂ, വിശ്വാസിക്ക് മാത്രമേ ഉള്ളൂ. അത് സഹോദരങ്ങളെ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണിത്. നേരത്തെ പറഞ്ഞില്ലേ, വെറുതെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു മാസമല്ല ഇത്. ഒരുപാട് നമുക്ക് ചിന്തിച്ചാൽ എന്തുകൊണ്ടാണ് സന്തോഷിക്കണമെന്ന് പറഞ്ഞത് നമുക്ക് ബോധ്യപ്പെടും. എന്തുകൊണ്ടാണ് നോമ്പ് വരുമ്പോൾ സന്തോഷിക്കണം എന്ന് പറഞ്ഞത് എന്നത് ഇതുപോലെയുള്ള ഹദീസുകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ഈ രണ്ട് സന്തോഷങ്ങളെക്കുറിച്ച് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കുന്ന, ഒരിക്കലും വേറൊരാൾക്കും കിട്ടാത്തൊരു സന്തോഷമാണിത്. വേറൊരാൾക്കും കിട്ടാത്ത രണ്ട് സന്തോഷങ്ങളാണ് നോമ്പുകാർക്കല്ലാതെ. അവിടെ അവസാനിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പരലോകത്തൊരു പ്രത്യേക വാതിൽ തന്നെയുണ്ട് നോമ്പുകാരെ വിളിക്കാൻ. റയ്യാൻ എന്ന കവാടം, അതിലൂടെ നോമ്പുകാർ മാത്രമേ സഞ്ചരിക്കുള്ളൂ, കടന്നു പോവുകയുള്ളൂ. അവർ പോയാൽ പിന്നെ ആരും അതിലൂടെ കടന്നു പോവുകയില്ല. നോമ്പുകാർക്ക് മാത്രം പോവാൻ പ്രത്യേകം സ്വർഗത്തിലേക്കൊരു വാതിൽ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ സഹോദരങ്ങളെ നോമ്പുകാർക്കുള്ള പ്രതിഫലത്തിൽപ്പെട്ടതാണ്. അപ്പം ഈ ഒരു ഈമാനും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ആയിരിക്കണം നമ്മൾ നോമ്പ് നോൽക്കേണ്ടത്. ഒക്കെ നമ്മൾ മുന്നേ ഇതിന് തയ്യാറായി ഒരുങ്ങി നിൽക്കണം, ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ വരുന്നതിന് മുന്നേ, ഇതിനെ വരവേൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നോമ്പ് കൊണ്ട് അള്ളാഹു നമ്മോട് ഉദ്ദേശിച്ച കാര്യം, നോമ്പിൻ്റെ ലക്ഷ്യം, അതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. എന്താണ് നോമ്പിൻ്റെ ലക്ഷ്യം? അള്ളാഹു പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ മുഅ്മിനുകളെ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് എല്ലാവർക്കും അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുവാൻ വേണ്ടിയാണ്. നോമ്പിൻ്റെ ലക്ഷ്യം ഇതാണ്. അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത് നമ്മൾ മുത്തഖീങ്ങളായി തീരുവാൻ വേണ്ടിയാണ്. എന്താണ് സഹോദരങ്ങളെ തഖ്വ എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പറഞ്ഞു, തഖ്വ എന്നാൽ അൻ തഅമല ബിതാഅത്തില്ലാഹ്, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവന് നീ ഇബാദത്ത് ചെയ്യലാണ്. എങ്ങനെയാണ് നീ ഇബാദത്ത് ചെയ്യേണ്ടത്? അലാ നൂരിൻ മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം അനുസരിച്ച്, അഥവാ കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ. തർജു സവാബ് അല്ലാഹ്, നീ അത് ചെയ്യുമ്പോൾ നിന്റെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ചിന്ത എന്താണ്? അള്ളാഹുവിൽ നിന്ന് നീ പ്രതിഫലം ആഗ്രഹിക്കണം. ഇതാണ് തഖ്വയുടെ ഒന്നാമത്തെ ഭാഗം. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു ഇറക്കിയ വഹി, നൂർ, പ്രകാശം, അതിൽ വന്നതുപോലെ റബ്ബിനെ അനുസരിച്ചുകൊണ്ട് നീ പ്രവർത്തിക്കുക, അഥവാ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുക. തഖ്വയുടെ ആദ്യ ഭാഗം. അതേപോലെ തന്നെയാണ് വഅൻ തത്രുക മഅസിയത്തല്ലാഹ്, നീ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് ഉപേക്ഷിക്കണം. അള്ളാഹുവിനെ ധിക്കരിക്കരുത്. അലാ നൂരിൻ മിൻ അല്ലാഹ്, എന്തൊക്കെയാണ് അള്ളാഹുവിനോടുള്ള ധിക്കാരങ്ങൾ എന്നത് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത് ഹറാമാണ്, ഇന്നത് തെറ്റാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ വഹിയിലൂടെ. എന്തിനാണ് നീ അത് ചെയ്യാതിരിക്കുന്നത്? തഖാഫു ഇഖാബ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയന്നുകൊണ്ട്, അഥവാ റബ്ബിൻ്റെ ശിക്ഷ ഭയന്നുകൊണ്ട് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യാതെ അവനെ ധിക്കരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. തഖ്വയുടെ രണ്ട് ഭാഗങ്ങളാണിത്. ഇത് സഹോദരങ്ങളെ മുതലെടുത്തുകൊണ്ടാണ് റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ, അതിൽ നിന്ന് വിട പറയുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട കാര്യം. ഇതാണ് അള്ളാഹു നമ്മളിൽ നിന്നും ഉദ്ദേശിച്ചത്. തഖ്വ എന്നാൽ ഈ പറഞ്ഞ കാര്യമാണ്.
അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നോക്കൂ, നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ കൺമുന്നിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും പാനീയവും ഒക്കെ ഉണ്ടായിട്ടും നോമ്പ് മുറിയുമെന്ന് ഭയന്നുകൊണ്ടാണത് കഴിക്കാത്തത്, കുടിക്കാത്തത്, നോമ്പ് മുറിയുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്തത്. അത് തഖ്വയാണ്. ആ തഖ്വ എന്നത് ജീവിതത്തിൽ ഉടനീളം നേടിയെടുക്കാനാണ് അള്ളാഹു ഒരു മാസം അത് പരിശീലിപ്പിക്കുന്നത്. ജീവിതത്തിൽ ഇതുപോലെ പല സന്ദർഭങ്ങളിലും അള്ളാഹു വിലക്കിയ പലതും നമ്മുടെ കൺമുന്നിലേക്ക് കടന്നു വരും. അപ്പോഴൊക്കെ നമ്മൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയന്നുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുത്തഖിയായി മാറുക. ആ തഖ്വ സ്വരുക്കൂട്ടാനുള്ള കാരണമാണ് സഹോദരങ്ങളെ റമദാൻ മാസം. നോമ്പിലൂടെ നമ്മളത് ആർജിച്ചെടുക്കണം. നേരത്തെ 3 ക്ഷമയുടെ ഇനങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ? അതൊക്കെ നമ്മെ തഖ്വയിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. നോക്കൂ, തഖ്വയുടെ ഭാഗമാണെന്ത്? അൽ മുറാഖബ. ആരോരും കണ്ടില്ലെങ്കിലും എൻ്റെ റബ്ബെന്നെ കാണുന്നു എന്ന സൂക്ഷ്മത, അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെക്കുറിച്ചുള്ള ബോധം അത് റമദാനിൽ, നോമ്പിൽ നമ്മെ അറിയിക്കുന്നു. കാരണം ഈ പറഞ്ഞ ഭക്ഷണപാനീയങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മുടെ ലൈംഗിക ആഗ്രഹങ്ങളും ഒക്കെ നിലനിൽക്കെ ഒരാളും കാണാനില്ലെങ്കിലും നോമ്പ് മുറിയുന്ന ഒരു കാര്യം ഒരടിമ ചെയ്യുകയില്ല. കാരണം അവിടെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നു, അള്ളാഹുവിനെ ഭയപ്പെടുന്നു. അത് സഹോദരങ്ങളെ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കണം. അതാണ് നമ്മുടെ കാര്യം. അതിങ്ങനെ വന്നു ചേരലല്ല, പിന്നെയോ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ അതിലേക്ക് എത്തലാണ്. അതുകൊണ്ട് നോക്കൂ, ഈ തഖ്വ നോമ്പിൽ മാത്രമല്ല, നോമ്പിൽ നിന്ന് തഖ്വ ആർജിച്ചെടുത്ത് പിന്നെ മരിക്കുന്നവരെ അത് മുറുകെ പിടിച്ച് ജീവിക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ചില ആളുകൾ നോമ്പ് ആകുമ്പോൾ, റമദാൻ ആകുമ്പോൾ വലിയ പരിശ്രമത്തിലായിരിക്കും, നോമ്പിന് മാത്രം നല്ല പരിശ്രമകാരികളായിരിക്കും. എന്നാൽ നോമ്പ് അങ്ങ് കഴിഞ്ഞാൽ പഴയതുപോലെയാകും. തഖ്വ നേടിയെടുത്തിട്ടില്ല. ലഅല്ലക്കും തത്തഖൂൻ എന്ന ആയത്ത് പ്രാവർത്തികമാക്കിയിട്ടില്ല. കാരണം നോമ്പിലൂടെ ഒരാൾ തഖ്വ ആർജിച്ചെടുത്താൽ ജീവിതത്തിൽ ഉടനീളം അത് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് മുൻഗാമികളോട് ചോദിക്കപ്പെട്ടു, ചില ആളുകളുണ്ട് ഇങ്ങനെ, റമദാനിൽ നല്ല ഉത്സാഹമുണ്ടാകും, നോമ്പ് കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെയാണ്. അവർ പറഞ്ഞു, ബിഇസൽ ഖൗം, എത്ര മോശമായ ആളുകളാണ് അവർ. ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫി റമദാൻ, അവർ റമദാനിലല്ലാതെ അള്ളാഹുവിനെ അറിയുകയില്ല. പല ആളുകളും വിചാരിച്ചത് 11 മാസവും വെറുതെ നടന്നിട്ട് നോമ്പിന് നിസ്കാരവും നിലയും നോമ്പൊക്കെ ആയിട്ട് നടന്നാൽ രക്ഷപ്പെട്ടു എന്നാണ്. സഹോദരങ്ങളെ, അത് മിഥ്യാധാരണയാണ്. അതാണ് മുൻഗാമികൾ പറഞ്ഞത്, ബിഇസൽ ഖൗം, എത്ര മോശമായ ആളുകളാണെന്നാണ് പറഞ്ഞത്. ആ നോമ്പിനെങ്കിലും വന്നല്ലോ എന്ന് ആശ്വസിപ്പിക്കുക അല്ല ചെയ്തത്, പിന്നെയോ അത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. കാരണം നോമ്പിന് നമ്മെ കണ്ട, നമുക്ക് പ്രതിഫലം നൽകാൻ ഉദ്ദേശിച്ച അള്ളാഹു തന്നെയാണ് നോമ്പിന് ശേഷവും നമ്മുടെ റബ്ബ്. ഒരു മാസക്കാലം മാത്രം ഇബാദത്ത് ചെയ്യാനാണോ അള്ളാഹ് നമ്മളെ പഠിച്ചത്? അല്ല. നമ്മൾ ജനിച്ചത് മുതൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. നമുക്ക് ഇബാദത്തുകൾ നിർബന്ധമാക്കപ്പെട്ടത് മുതൽ പിന്നീട് നമ്മൾ ഉത്തരവാദിത്തമുള്ളവരാണ്. ആ ഉത്തരവാദിത്തം മരിക്കുന്നത് വരെ നമ്മുടെ ചുമലിൽ ഉണ്ടാവുകയും ചെയ്യും. കേവലം ഒരു മാസം മാത്രം പ്രത്യേകം ഇബാദത്തുകൾ ചെയ്ത് പിന്നീട് പിന്നോട്ടടിക്കുക എന്നത് ഒരിക്കലും ശരിയല്ലാത്ത കാര്യമാണ്. കാരണം ആ പിന്നോട്ടടിക്കൽ ഈ നോമ്പിന് ഉണ്ടാക്കിയെടുത്ത തഖ്വയെ വരെ നശിപ്പിക്കും. അങ്ങനെയുള്ള പല ആളുകളെയും നമുക്ക് നമ്മുടെ ചുറ്റും കാണാം. നമ്മൾ പറഞ്ഞു കൊടുക്കണം, നല്ല ആൾക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു മാസം ചെയ്താൽ രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിക്കേണ്ടതില്ല. ഈ ഒരു മാസം ചെയ്യുന്നത് എന്തിനാണ്? മരിക്കുന്നത് വരെ മുതൽക്കൂട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ റമദാനിലൂടെ പിന്നീട് നല്ല ജീവിതം ഉണ്ടാക്കിയെടുത്ത ആളുകളുണ്ട്. റമദാൻ കാരണമാവേണ്ടത് ജീവിതകാലം മുഴുവനും മുത്തഖിയായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, നോമ്പിന് മാത്രം ഒരു തഖ്വ അല്ല. അതാണ് സഹോദരങ്ങളെ അള്ളാഹു പറഞ്ഞത്, ലഅല്ലക്കും തത്തഖൂൻ. നോമ്പിന്റെ ലക്ഷ്യമാണിത്.
റമദാനിനെ വരവേൽക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കണം. നോമ്പ് കൊണ്ടുള്ള ഉദ്ദേശ ലക്ഷ്യം ഇതാണ്. റമദാൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുത്തഖിയായ ഒരു മനുഷ്യനായിട്ടായിരിക്കണം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അതാണ് സഹോദരങ്ങളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാനുള്ള വിഭവം. അള്ളാഹു പറഞ്ഞില്ലേ, വതസവ്വദു, ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ ജാദ് കൈക്കൊള്ളാൻ അള്ളാഹു പറയുകയാണ്, യാത്രാ വിഭവങ്ങൾ ഒരുക്കാൻ. അതാണ് വതസവ്വദു, നിങ്ങൾ ജാദ് കൈക്കൊള്ളുക. ഫഇന്ന ഖൈറ സാദി തഖ്വ, എന്നിട്ട് പറയുകയാണ് അള്ളാഹു, ഏറ്റവും നല്ല വിഭവം എന്നത് അത് തഖ്വയാണ്. ദുനിയാവിലെ ചുരുങ്ങിയ യാത്ര പോലെയല്ല, സുദീർഘമായ പരലോകത്തേക്കുള്ള യാത്രയിലാണ് നമ്മളുള്ളത്. ദുനിയാവിൽ വിഭവങ്ങൾ ഒരുക്കണമെങ്കിൽ പരലോകത്തേക്ക് എന്തുകൊണ്ടും നമ്മൾ വിഭവങ്ങൾ ഒരുക്കണം. പരലോകത്തേക്ക് വേണ്ടി നമ്മൾ ഒരുക്കി വെക്കുന്ന വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത് തഖ്വയാണ്. അഥവാ എല്ലാം പൊട്ടും. എന്താണോ അള്ളാഹു നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി നിശ്ചയിച്ചത് അതൊരാൾ പൂർത്തീകരിച്ചാൽ അതാണ് പരലോകത്ത് ഉപകാരപ്പെടുക. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, തഖ്വ എന്നത് വലിയ കാര്യമാണ്. അതാണ് നോമ്പിന്റെ ലക്ഷ്യം. തഖ്വയുള്ളവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയർ. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയരായ ആളുകൾ തഖ്വയുള്ളവരാണ്. നമ്മുടെ മറ്റെന്ത് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അള്ളാഹു നോക്കുക നമ്മുടെ തഖ്വയിലേക്കാണ്. അഥവാ നമ്മുടെ ഈമാൻ, നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിതം, അതാണ് അള്ളാഹുവിങ്കൽ നമുക്ക് സ്ഥാനം നൽകുക. അതിനനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് പദവികൾ ഉണ്ടാവുക. അതിനനുസരിച്ചാണ് സ്വർഗത്തിൽ പദവികൾ വ്യത്യാസപ്പെടുക. അതുകൊണ്ട് തഖ്വ എന്നത് സഹോദരങ്ങളെ, അത് സ്വരുക്കൂട്ടാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് പരിശീലിപ്പിക്കുന്ന മാസമാണിത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത്, ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, റമദാൻ എന്നത്, നോമ്പ് എന്നത് യഥാർത്ഥത്തിൽ ഒരു മദ്രസയാണ്. ഒരാളെ തർബിയത്ത് ചെയ്തെടുക്കുന്ന ഒരു മദ്രസ പോലെയാണ് നോമ്പ്. ഈ റമദാൻ മാസം ആ മദ്രസയിൽ ചേർന്ന് പഠിച്ച് പൂർത്തീകരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ബിരുദം എന്താണ്? മുത്തഖീങ്ങൾ എന്ന ബിരുദമാണ് നേടിയെടുക്കാൻ സാധിക്കുക. നോമ്പ് എന്ന ഒരു മാസക്കാലം ഒരു മദ്രസ എന്ന് കണക്കൂട്ടുക. അതിൽ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നുമില്ലാതെ പുറത്തിറങ്ങി എങ്ങനെ ഉണ്ടാവും? ഒരാൾ ഒരു യൂണിവേഴ്സിറ്റി പോയിട്ട് ചേർന്നു, എന്നിട്ട് ഒന്നും പഠിച്ചില്ല, ഒന്നും അവിടെ നിന്ന് കിട്ടിയില്ല. 3 വർഷങ്ങൾ കഴിഞ്ഞു, കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഡിഗ്രി ആയിട്ട് പോയി, ഇയാളിങ്ങനെ മേൽപോട്ട് നോക്കും. അയാളെ കുറിച്ച് നമ്മൾ എന്ത് പറയും? അതുപോലെയാണ്, അതിനേക്കാൾ ഗൗരവമാണ്. ദുനിയാവിലാണ്, അതില്ലെങ്കിൽ ഒരാൾക്ക് ജീവിക്കാം. എന്നാൽ അതിനേക്കാൾ അപകടമാണെന്ത്? റമദാൻ വന്ന് കിട്ടിയിട്ട് ഉപയോഗപ്പെടുത്താതെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കിട്ടാതെ ഒരാൾ പുറത്തേക്ക് വരിക എന്നുള്ളത്. സഹോദരങ്ങളെ, നോമ്പ്, റമദാൻ മുത്തഖിയാവാൻ നമ്മെ പരിശീലിപ്പിക്കും. പണ്ഡിതന്മാർ പറഞ്ഞ മനോഹരമായ ഒരു ഉദാഹരണമുണ്ട്. പുകവലിക്കുന്ന ഒരാൾ നോമ്പിൻ്റെ പകലിൽ അയാൾ പുകവലിക്കുകയില്ല. എന്തുകൊണ്ട്? നോമ്പ് മുറിയൊന്ന് പേടിച്ചിട്ട്. യഥാർത്ഥത്തിൽ 30 ദിവസം അയാൾ ഈ കാര്യം ശ്രദ്ധിക്കും. അത് അയാൾക്കുള്ള തർബിയത്താണത്. നോമ്പ് കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി അത് ഉപേക്ഷിക്കാൻ അയാളെ ഈ നോമ്പ് പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയും സമയം പകൽ പുകവലിക്കാതെ അയാൾ ജീവിച്ചുവെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ ഉടനീളം മരിക്കുന്നത് വരെ അങ്ങനെ ജീവിക്കാൻ സാധിക്കും. അതാണ് നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ ഇബാദത്തുകളിലായി ജീവിച്ചു, ഇത്രയും സമയം നമ്മൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് സൂക്ഷ്മത പാലിച്ചു. ഇതിൽ മരിക്കുന്നത് വരെ നമുക്ക് സാധിക്കും. അതിനുള്ള ഒരു തർബിയത്താണത്. ഒരു മാസക്കാലം അള്ളാഹു നമുക്ക് തർബിയത്ത് നൽകുകയാണ്. തഖ്വ പാലിക്കുന്ന ആളുകളായി തീരുവാനുള്ള ഒരു തർബിയത്തിൻ്റെ കേന്ദ്രമാണിത്. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായ ഉദാഹരണമാണ് സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ പരിശുദ്ധ റമദാനിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അത് മനസ്സിലാക്കുക. റമദാൻ നമ്മിലേക്ക് വരുന്നതിന് മുന്നേ നമ്മളത് ശ്രദ്ധിക്കണം. 6ാമത്തെ കാര്യം സഹോദരങ്ങളെ, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പരിശുദ്ധ റമദാൻ മാസം എന്നത്
അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുർആൻ അവതരിച്ച മാസമാണ്. ഷഹ്റുൽ ഖുർആനാണിത്. ഷഹ്റു റമളാന അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമളാൻ മാസം. ജനങ്ങൾക്ക് സന്മാർഗമായിക്കൊണ്ട്, മാർഗദർശനമായിക്കൊണ്ട്, വ്യക്തമായ സുവ്യക്തമായ തെളിവുകളായിക്കൊണ്ട്, സത്യവും അസത്യവും വേർതിരിക്കുന്ന പ്രമാണമായിക്കൊണ്ട് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ച മാസമാണിത്. അതുകൊണ്ട് ഈ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇത് ഖുർആൻ പാരായണത്തിൻ്റെ മാസമാണ്. അത് വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. നമ്മുടെ മുൻഗാമികളിൽ ചിലർ പറയാറുണ്ടായിരുന്നു, റമളാൻ മാസം എത്തിക്കഴിഞ്ഞാൽ ഇന്നമാ ഹുവ ഖിറാഅത്തുൽ ഖുർആൻ വ ഇത്ആമുത് തആം. റമളാനിലെ പ്രധാനമായ സൽക്കർമ്മമായി അവർ കണ്ടിരുന്നത് ഖുർആൻ ഓത്തും പിന്നെ സാധുക്കൾക്ക് ഭക്ഷണം നൽകി സഹായിക്കലുമാണ്. റമളാനിൽ നമ്മുടെ നല്ലവരായ മുൻഗാമികൾ എല്ലാ രാത്രിയിലും ഖത്മ് പൂർത്തീകരിച്ച ആളുകൾ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കും. ഒരു ഖത്മ് 30 ദിവസം കൊണ്ട് തീർക്കുക എന്നുള്ളത് തന്നെ കഷ്ടപ്പെട്ട് ഓടി പിടിക്കലാണ്. ഓരോ രാത്രിയിലും തീർക്കുന്നവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ നോക്കൂ, 3 ദിവസങ്ങളിൽ തീർക്കുന്നവരുണ്ടായിരുന്നു. ഒരു ഖത്മ്, ഒരു പേജല്ല, ഒരു ഖത്മ് തീർക്കുന്നവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ 7 ദിവസങ്ങൾ കൊണ്ട് ഒരാഴ്ചയിൽ തീർക്കുന്നവരുണ്ടായിരുന്നു. 10 ദിവസങ്ങളിൽ ഓരോ 10ലും ഓരോ ഖത്മ് തീർക്കുന്നവരുണ്ടായിരുന്നു. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യേണ്ട മാസമാണിത്. ധാരാളമായി ഖുർആനിന് വേണ്ടി സമയം നീക്കി വെക്കേണ്ട ഒരു മാസമാണിത്. നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ 2ഉം 3ഒക്കെ ഖത്മ് ഓതി അല്ലെങ്കിൽ അങ്ങനെ ഓതി തീർത്തു എന്നൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് ഓതിയ ആളുകൾ ഒന്നെങ്കിലും ഓതിയല്ലോ, ഒന്ന് തീർക്കാത്ത ആൾ സമാധാനിക്കുക, കുറച്ചെങ്കിലും ഓതിയിട്ടുണ്ടല്ലോ. സഹോദരങ്ങളെ, ദുനിയാവിൻ്റെ കാര്യത്തിലാണ് നമ്മൾ താഴേക്ക് നോക്കേണ്ടത്, ദീൻ്റെ കാര്യത്തിൽ മേലേക്കാണ് നോക്കേണ്ടത്. ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുക മുന്തിയ ആളുകളിലേക്കാണ്. എന്നിട്ട് നമ്മൾ ഒരു അല്ലാ നമുക്കൊന്നും ഇല്ലല്ലോ. ദീനിൻ്റെ കാര്യത്തിലോ നിസ്കരിക്കാത്ത ഒരുത്തന്നെ നോക്കിയിട്ട് പറയും ഞാനൊന്നുമില്ലെങ്കിൽ ജമാഅത്ത് കഴിഞ്ഞിട്ടെങ്കിലും അവിടെ എത്തുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും, എന്ന് പറയും. അങ്ങനല്ല, നമ്മൾ ദീനിൻ്റെ കാര്യത്തിൽ മുകളിലേക്കാണ് നോക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക നമ്മളൊന്നുമല്ല. സഹാബികളിലേക്ക്, സലഫുകളിലേക്ക്, മുൻഗാമികളിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മളൊന്നുമല്ല. അപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുക അവർ പോയ സ്വർഗത്തിലേക്കാണുള്ള റബ്ബെ നമുക്കും പോകാനുള്ളത്. ഇപ്പം നമ്മൾ കേട്ട സ്വർഗവും സ്വർഗത്തിൻ്റെ വാതിലുകളും ഇതിലൊക്കെ നമ്മളും പോകേണ്ടതല്ലേ എന്ന് അപ്പോഴാണ് നമ്മുടെ ന്യൂനതകൾ അപ്പോഴാണ് നമുക്ക് ഓർമ്മ വരിക. ദീനിൻ്റെ കാര്യത്തിൽ മുകളിലേക്ക് നോക്കണം. ഒരു രാത്രി, 3 ദിവസം, ഒരാഴ്ച, 10 ദിവസം എന്നൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് തുലവും തുച്ഛമാണ് നമുക്ക് ബോധ്യപ്പെടും. അപ്പോഴാണ് നമുക്ക് ഉന്മേഷം ലഭിക്കുക. അല്ലാതെ നമ്മൾ തീരെ ഓതാത്തവനെ നോക്കിയിട്ട് ഞാനൊന്നുമില്ലെങ്കിലും കുറച്ചെങ്കിലും ഓതുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ അത്ഭുതത്തിലായി. നമുക്ക് നഷ്ടം മാത്രമേ അതുകൊണ്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഈ പറഞ്ഞ ഏതാനും ചില കാര്യങ്ങൾ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഉപകാരപ്രദമായ അറിവായി നിശ്ചയിക്കുമാറാവട്ടെ. റമളാൻ ആഗതമാകുമ്പോൾ സഹോദരങ്ങളെ, ഈ പറഞ്ഞ മുന്നൊരുക്കത്തിലായിരിക്കണം നമ്മൾ. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ മുന്നൊരുങ്ങും. അതിനേക്കാളൊക്കെ നമ്മൾ റമളാനിനെ വരവേൽക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, ഏതാനും ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഇതായിരിക്കുമോ എൻ്റെ അവസാനത്തെ റമളാൻ എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇതിലായിരിക്കുമോ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നരകമോചനവും പാപമോചനവും നിശ്ചയിച്ചത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമയം അത് മുതലെടുക്കാൻ ശ്രദ്ധിക്കുക. അവസാനമായി ചില കാര്യങ്ങൾ കൂടി പറയട്ടെ, കുറച്ച് സമയം കൂടി ഉണ്ട്. നമ്മുടെ സമയം നമ്മൾ മുതലെടുക്കുക. മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ സമയം എന്നത് ക്രമീകരിച്ചാൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യരെന്നത് ഏതാനും ചില ദിവസങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. ഒരു 100 കൊല്ലം മുന്നേ ഈ പറഞ്ഞ ആരും ദുനിയാവിലില്ലായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഓരോരുത്തരും വന്നത്. നമ്മളില്ലാത്തൊരു കാലഘട്ടമുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാതെയാകും.
അതിനിടയിലുള്ള ഏതാനും ദിവസങ്ങളാണ് നമ്മൾ. അതാണ് നമ്മൾ. കഴിഞ്ഞു. അപ്പം ആ ദിനരാത്രങ്ങൾ, ആ ദിവസങ്ങൾ അതെന്നത് നമ്മുടെ ആയുസ്സാണ്. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ സമയം എന്നത് നമ്മുടെ ആയുസ്സാണ്. നമ്മുടെ ആയുസ്സിൽ നമുക്ക് കിട്ടുന്ന സുവർണാവസരമാണ് ഇതുപോലെയുള്ള പരിശുദ്ധ റമദാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പ്രതിഫലങ്ങൾ നിശ്ചയിച്ചു. 1-ന് 10-ഉം 70-ഉം 700-ഉം കണക്കില്ലാത്ത രൂപത്തിലും നിശ്ചയിച്ചിട്ട് അതൊന്നും മുതലെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ നഷ്ടത്തിൽ അകപ്പെട്ടു പോയാൽ സഹോദരങ്ങളെ വലിയ നഷ്ടമാണത്. ചുരുങ്ങിയത് 1-ന് 10 നൽകും എന്ന ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുൻഗാമികൾ ചിലർ പറഞ്ഞതായി കാണാം. 1-ന് 10 കിട്ടിയിട്ടും ഒറ്റയായ തിന്മ ഈ 10-നെ അതിജയിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവനാണ് നാശം. ഒരു നന്മക്ക് അള്ളാഹു ചുരുങ്ങിയത് 10 തരിക. തിന്മക്ക് അള്ളാഹു ഒരു തിന്മക്ക് അത് ചെയ്താലേ ഒരു തിന്മയായി രേഖപ്പെടുത്തുള്ളൂ. ഈ 10-നെ ഒറ്റ അതിജയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ നഷ്ടമാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വർഗത്തിലേക്ക് വിളിക്കുകയും മാർഗദർശനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മറ്റുള്ള ആളുകളെ, മറ്റുള്ള കാരണങ്ങളെ പഴി പറയുന്നതിന് മുന്നേ നമ്മുടെ സ്വന്തത്തെ ആക്ഷേപിച്ചാൽ മതി. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നന്നാവാനും ശരിയാക്കാനും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും സഹോദരങ്ങളെ അഹോരാത്രം പരിശ്രമിക്കണമെന്ന് ആവർത്തിച്ച് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ പരിശുദ്ധ റമദാനുമായി ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ദർസിൽ റമദാനിൻ്റെ വിധിവിലക്കുകൾ നമുക്ക് കേൾക്കാം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ റമദാനിനെ വരവേൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്തൊക്കെയാണ് ഞാൻ റമദാനിൽ പാലിക്കേണ്ടത്, എങ്ങനെയാണ് എൻ്റെ നോമ്പുകൾ, എങ്ങനെയാണ് എൻ്റെ ഇബാദത്തുകൾ, എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. അപ്പോഴാണ് നമ്മൾ ഉൾക്കാഴ്ചയോടുകൂടി ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സാധാരണ ഒരാൾ ഇബാദത്ത് ചെയ്യുന്നതും പഠിച്ചിട്ട് ഒരാൾ ഇബാദത്ത് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഒരാൾ നന്നായി പഠിച്ചു എന്നിട്ട് ഇബാദത്ത് ചെയ്താൽ അയാൾക്ക് ഉൾക്കാഴ്ച ഉണ്ടാകും. അയാൾക്കറിയാം ഇതിൻ്റെ പ്രതിഫലത്തിൻ്റെ വ്യാപ്തി എന്താണ്, എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം എന്നൊക്കെ പഠിച്ചു മനസ്സിലാക്കിയ ഒരാളും അല്ലാത്ത ആളും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് പൊതു തത്വമാണത്. അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരുപോലെയാകുമോ എന്ന് ചോദിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിൽ നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാനും മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. പരിശുദ്ധ റമദാനിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എത്തിക്കുമാറാവട്ടെ. ആ റമദാനിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ആ സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുന്ന സൽക്കർമ്മങ്ങളാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും കുറവുകളും പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും അള്ളാഹു എന്നെയും നിങ്ങളെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. والله تعالى أعلى وأعلم وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.